അനന്യ ഭട്ടിനെ കൊലപ്പെടുത്തിയത് ആരാന്ന് ഞാനല്ല അന്വേഷിക്കേണ്ടത്. ആ അമ്മന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ. അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു ആചാരപ്രകാരം ആ അമ്മക്ക് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല അസ്ഥികൂടവും വല്ല അസ്ഥിയോ ഉണ്ടോ കൊടുക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുജാത ഭട്ടിന്റെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് സുജാത ഭട്ടിന്റെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് സുജാത ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നതെന്നുള്ളതാണ്. ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല സുജാത. അതെ ഭട്ടിന് അവരെവിടെ പോയി? അതെ, അത് ഞാനും അംഗീകരിക്കണേ. സുജാത ഭട്ടുമായിട്ട് മണിക്കൂർ കണക്കിൽ സംസാരിച്ച ആളാണ് മനാഫ്. സുജാത ഭട്ട് എന്റെ സഹോദരങ്ങൾ അവര് നമ്മൾ അണ്ടറിലുണ്ട്. സുജാത ഭട്ടിന്റെ സഹോദരങ്ങള്, സുജാത ഭട്ടിന്റെ ഭൂമി. അപ്പൊ നിങ്ങളുടെ അണ്ടറിലാണ് ഇവരെല്ലാം ഉള്ളത്. അതായത് ഈ സോക്കോൾഡ് ശുചീകരണ തൊഴിലാളി സുജാത ഭട്ട്, ഇനി അനന്യ ഭട്ട് കൂടി ഉണ്ടോ? നിങ്ങൾ ഒളിപ്പിച്ചതാണോ? അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുക, അതൊന്നും ഒരു കുഴപ്പമില്ല. നമസ്തേ. കർണാടകത്തിലെ തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയിൽ തൽപര കക്ഷികൾ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകളെല്ലാം തകർന്നടിഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾ അടക്കം 1000-ഓളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി നഗ്നമായ മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോരത്ത് കുഴിച്ചുമൂടി എന്നായിരുന്നല്ലോ പ്രചരിപ്പിക്കപ്പെട്ടത്. ശുചീകരണ തൊഴിലാളി എന്നറിയപ്പെട്ട മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയയാളെ SIT അറസ്റ്റ് ചെയ്തു. പരപ്രേരണയാലാണ് കെട്ടുകഥ പ്രചരിപ്പിച്ചതെന്ന അയാളുടെ മൊഴിയിൽ SIT അന്വേഷണം തുടരുകയാണ്. മകൾ അനന്യയുടെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സുജാത ഭട്ടുമായി മണിക്കൂറുകളോളം സംസാരിച്ചെന്നും അവർ തൻ്റെ അണ്ടറിലുണ്ടെന്നും ജനൻ ഡിബേറ്റിൽ പങ്കെടുത്ത് ഈ ഫ്ലോറിൽ വന്നിരുന്ന് പറഞ്ഞ മലയാളി യൂട്യൂബർ മനാഫ് ഇപ്പോൾ മലക്കം മറിഞ്ഞ് പറയുന്നു അവർക്ക് മാനസിക തകരാറുകൾ ഉണ്ട് എന്ന്. മനാഫിനെ 3 ദിവസമാണ് SIT ചോദ്യം ചെയ്തത്. തലയോട്ടി എടുത്തത് ശുചീകരണ തൊഴിലാളിയല്ലെന്നും സുജാത ഭട്ടിന് തലക്ക് വെളിവില്ലെന്നും വ്യക്തമാക്കിയ മനാഫ് ഇപ്പോഴും ആവർത്തിക്കുന്നു തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. ഈ പശ്ചാത്തലത്തിൽ ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നു. ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുക എന്ന അജണ്ട തൽപര കക്ഷികൾ ഉപേക്ഷിച്ചില്ലേ? BJP വക്താവ് യുവരാജ് ഗോകുൽ, ധർമ്മസ്ഥലവാസി KC ചന്ദ്രൻ, ആക്ഷൻ കമ്മിറ്റി അംഗം വിനോദ് മേക്കോത്ത് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ വിനോദ്, താങ്കളുടെ സുഹൃത്ത് മനാഫ് കോഴിക്കോട് തിരിച്ചെത്തി. ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം തുറന്ന് പറഞ്ഞു, സുജാത ഭട്ട് പറഞ്ഞതൊന്നും ശരിയല്ല, അവർക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല പറഞ്ഞതിൽ. മാത്രമല്ല അവർക്ക് മാനസിക തകരാറുകൾ ഉണ്ട് എന്നൊക്കെ അവരോട് മണിക്കൂറുകളോളം സംസാരിച്ച, ഇപ്പോൾ അതാണല്ലോ കേൾപ്പിച്ചത്, മണിക്കൂറുകളോളം സംസാരിച്ച മനാഫിന് അന്നൊന്നും മനസ്സിലായില്ല ഇവർക്ക് മാനസിക തകരാറുകളുണ്ടെന്ന്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. മാത്രമല്ല ഈ തലയോട്ടി എടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല, അവിടെയും അബദ്ധം സംഭവിച്ചു എന്നൊക്കെ മനാഫ് പറയുകയാണ്. ഇപ്പോഴും മനസ്സിലാവാത്തത് മനാഫ് ആരുടെ വക്താവാണ്? ശ്രീ വിനോദ. അല്ല, മനാഫ് കോഴിക്കോട്ട് എത്തിയോ? എത്തിയില്ലേ? എത്തിന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ? മനാഫിത പൂട്ടി, മനാഫിത അകപ്പെട്ടു, മനാഫിനി പുറത്തു വരില്ല, അവനിതാ ഇനി പുറം ലോകം കാണില്ല എന്നൊക്കെ ആയിരുന്നല്ലോ പ്രചാരണങ്ങൾ. കോഴിക്കോട്ട് എത്തിയോ മനാഫ്? 3 ദിവസം SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുള്ള മനാഫ് നേരെ ഷിമോഗ ജയിലിലേക്കോ അല്ലെങ്കിൽ ബെല്ലാരി ജയിലിലേക്കോ ആണോ പോയത്? കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് എങ്ങനെ വന്നു? അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്നാണോ നിങ്ങളുടെ ലേഖകൻ കണ്ടത്? മനാഫ് പൂർണ്ണമായും അന്വേഷണം നടക്കട്ടെന്ന്. എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ, ആ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, ആ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തുന്നത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത്? നിങ്ങൾക്കും മനാഫിനും എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിയത്? നിങ്ങളും മനാഫും ഒക്കെ അല്ലേ വിളിച്ചു പറഞ്ഞത് സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിനെ കൊന്നു, അവരുടെ മൃതദേഹവും കുഴിച്ചുകൂടി എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് മാധ്യമങ്ങളോട്? ഞങ്ങളാണോ പറഞ്ഞത്?
ഇപ്പൊ മനാഫിന് എങ്ങനെയാ ബോധ്യപ്പെട്ടത്? ഞങ്ങൾക്ക് സുജാത കിട്ടിയ ഭട്ടിന് വിവരങ്ങൾ തലക്ക് public സുഖമില്ലാന്ന്, domain-ൽ ഉണ്ട്, ശ്രീ തലക്ക് അനിൽ സുഖമില്ല, നമ്പ്യാർ. മാനസിക തകരാറുകളുണ്ട് ഞങ്ങൾക്ക് എന്ന് കിട്ടിയ വിവരങ്ങൾ മനാഫിന് public എങ്ങനെയാ domain-ൽ ബോധ്യപ്പെട്ടത്? കിടക്കുന്നു. മണിക്കൂറുകളോളം ജൂലൈ മാസം സംസാരിച്ചിട്ടും 3-ാം അവരെ തീയതി മനസ്സിലാക്കാൻ പറ്റാത്ത ഈ പറയുന്ന മനാഫല്ലേ പേര് മണ്ടൻ. വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ചിന്നയ്യ എന്ന് പറയുന്നയാൾ എവിടെ വന്ന് പറഞ്ഞു? മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ഇതാ ഞാൻ അവിടെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന വേളയിൽ 100 മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെട്ടു, ചിന്നയ്യ. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം 3-ാം തീയതി, ജൂലൈ മാസം 4-ാം തീയതി ഈ രാജ്യത്ത് FIR ഇട്ടു. FIR എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്കും എനിക്കും വായിക്കാൻ പറ്റുന്ന പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ജനം TV പോലുള്ള ടിവികൾ, ഇന്ത്യയിലെ മറ്റു മാധ്യമങ്ങൾ ഇത്തരം ഒരു വിഷയത്തിൽ ഇന്ത്യ തന്നെ ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തലുമായി ഒരു മനുഷ്യൻ വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ നിയമ സംവിധാനം ഉപയോഗിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു FIR ഫയൽ ചെയ്തപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയാവില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ജനം TV എന്നാ ചർച്ച ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ജനം TV ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയത് ഓഗസ്റ്റ് മാസം 18-ാം തീയതിയോ 19-ാം തീയതിയാ. വെളിപ്പെടുത്തൽ വന്നത് ജൂലൈ മാസം 3-ാം തീയതിയാ. ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ജനം TV വാർത്ത കേൾക്കുന്നത്. അല്ലാതെ മനാഫ് വിളിച്ചപ്പോ അല്ലെങ്കിൽ വിനോദ് വിളിച്ചപ്പോ ഞങ്ങളും ധർമ്മസ്ഥലയിൽ വന്ന് നിങ്ങളുടെയൊക്കെ അച്ചാരം വാങ്ങി വിളിച്ചു പറയണമായിരുന്നു. ധർമ്മസ്ഥലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഇങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളും പറയണം എന്നായിരുന്നോ? അങ്ങനെ അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? മനാഫ് വിളിച്ചു കൊണ്ടുപോയതല്ലേ മറ്റു മാധ്യമങ്ങളെയൊക്കെ? ഞങ്ങൾ പോയില്ല. ഞങ്ങൾ സമയമായപ്പോ ഞങ്ങൾ പോയി. ഒരു FIR അവിടെ ഫയൽ ചെയ്ത കേസിൽ മാത്രവുമല്ല, നിങ്ങളുടെ സമയമായപ്പോ ഇനി നിങ്ങളുടെ സമയം അട്ടിമറിയാൻ പോകുന്നു. അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു വരുന്നത് 11-ാം തീയതി ഇത് സംബന്ധിച്ച് ഒരു കോടതിയിൽ എന്ത് ചെയ്തു? 164 പിന്നീട് 183 BNSSന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ റെക്കോർഡ് ചെയ്തു. ഇതിലുപരി രാജ്യത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്നാ ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണോ എതിരാണോ എന്നുള്ളതല്ല, അത് അപസർപ്പക കഥ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. വിശ്വാസയോഗ്യമാവില്ല. പക്ഷേ അത് വിശ്വാസയോഗ്യമാണോ അന്വേഷിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല? എന്തുകൊണ്ട് നിങ്ങൾ 1.5 മാസം കഴിഞ്ഞ് മാത്രം നിങ്ങളുടെ മീഡിയ ടീമിനെ ഈ ധർമ്മസ്ഥലയിലേക്ക് അയച്ചു? അപ്പൊ നിങ്ങൾക്ക് മുൻവിധിയുണ്ടോ ഇക്കാര്യത്തിൽ? നിങ്ങൾക്ക് മുൻവിധിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് വളരെ പ്രധാനപ്പെട്ട SIT 90 ദിവസം കോടതി അനുവദിച്ചിട്ടുണ്ട്. 90 ദിവസം ചിന്നയ്യ ഇതിൽ കൂട്ടുപ്രതിയല്ലേ? തരത്തിൽ കൊല ചെയ്ത് മറവ് ചെയ്ത കാര്യങ്ങളിൽ പുറം ലോകം അറിയാതെ, നിയമ സംവിധാനങ്ങൾ അറിയാതെ അത് കുഴിച്ചു മൂടിയത് താനാണ് എന്ന് പറയുന്ന വലിയ സീരിയൽ ക്രൈമില് പങ്കാളിയാണ് ഈ പറയുന്ന ചിന്നയ്യ. ആ ചിന്നയ്യ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ചിന്നയ്യ എന്താണ് SITയോട് പറഞ്ഞത്? ഷിമോഗയിൽ കൊണ്ടുപോയി ചിന്നയ്യ SITയോട് പറഞ്ഞത് എന്താ? പരപ്രേരണയാലാണ് ഞാൻ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തത്, പരപ്രേരണയാലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ? SIT എന്ന് പറയുന്നത് ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ ഈ വിഷയത്തെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇന്ന് കർണാടകയിൽ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ പറയുന്ന SIT ഒരു വരി പോലും പത്രക്കാരോടോ പുറം ലോകത്തോടോ ബ്രീഫ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ പറയൂ? ഞങ്ങളുടെ മിടുക്ക് കാരണം ഞങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ആമുഖമായി പറഞ്ഞപ്പോ ഞങ്ങളുടെ മിടുക്ക് കാരണം പറ്റില്ല. താങ്കളാണോ തീരുമാനിക്കുന്നത്? വിനോദ് മേക്കോത്താണോ ഞങ്ങളെ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്നത്? ജനം TVയിലുള്ളവരെ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്നത് വിനോദ് മേക്കോത്താണോ? താങ്കളുടെ ട്രെയിനിങ് വേണ്ട വിനോദ്, താങ്കളുടെ ട്രെയിനിങ് വേണ്ട കേട്ടോ. താങ്കളുടെ ട്രെയിനിങ് വേണ്ട. താങ്കൾ ഞങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ട് മാധ്യമങ്ങളെല്ലാം മറ്റു മാധ്യമങ്ങളെല്ലാം ധർമ്മസ്ഥലയിൽ പോയപ്പോ എന്തുകൊണ്ട് ജനം TV പോയില്ല എന്ന്. താങ്കൾക്കുള്ളത് പോലുള്ള മിടുക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്ന് വാശി പിടിക്കരുത്. താങ്കൾക്കുള്ളതുപോലെ മിടുക്കോ അതിനേക്കാൾ കൂടുതൽ മിടുക്കോ മറ്റുള്ളവർക്കും ഉണ്ടാകാം. അവർക്കും വിവരങ്ങൾ ഒരു കൂട്ടുപ്രതി പറഞ്ഞത് മുഖവിലക്കെടുത്ത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ധർമ്മസ്ഥലയെ അങ്ങ് അപകീർത്തിപ്പെടുത്താം, ധർമ്മസ്ഥലയെ അങ്ങ് അപകീർത്തിപ്പെടുത്താം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച മനാഫിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? മനാഫിന് എന്ത് സംഭവിച്ചു? മനാഫിനെ ഇപ്പൊ ബോധോദയുണ്ടായല്ലോ. നിങ്ങൾക്ക് തെളിവ് കാണിക്കാനുണ്ടോ? തെളിവ് കാണിക്ക്, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് കാണിക്ക്. 1000ഓളം സ്ത്രീകളെ
അവിടെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി അവരുടെ നഗ്ന മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള തെളിവുണ്ടോ വിനോദ് മേക്കോത്തിന്റെ കയ്യിലുണ്ടോ? തെളിവുണ്ട്. ഈ ഫ്ലോറിൽ ഹാജരാക്ക്. ഈ ഫ്ലോറിൽ വന്നിരുന്നാണല്ലോ നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ സുജാത ഭട്ടുമായി മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചു. സുജാത ഭട്ടുമായി മണിക്കൂറുകളോളം സംസാരിച്ചു. അവരുടെ മകളെ കൊന്നു കുഴിച്ചു മൂടി. ആ ഒരു അസ്ഥി കഷണത്തിന് വേണ്ടിയാണ് സുജാത ഭട്ട് പോരാട്ടം നടത്തുന്നത്. ആ പോരാട്ടമാണ് ഞാൻ ഏറ്റെടുത്തത് എന്നൊക്കെ ഈ ഫ്ലോറിൽ ഇരുന്ന് വാതോരാതെ വിളിച്ചു പറഞ്ഞ മനാഫ് ഇന്ന് എന്തുകൊണ്ടാ മലക്കം പറഞ്ഞ വിനോദ് മേക്കോത്തെ? ഇന്നെന്താ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ എന്തുകൊണ്ടാണ് അയാൾ വരാതിരുന്നത്? അയാൾ വരാതിരുന്നത് എന്തുകൊണ്ടാ? മനാഫിന് അങ്ങനെ ഇപ്പോഴും അയാൾ പറയുന്നു സത്യം ഉണ്ട്, ഈ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന മനാഫ് എന്തുകൊണ്ട് ഇന്ന് ഈ ഡിബേറ്റിൽ പങ്കെടുത്തില്ല? ഇന്ന് ഈ ഡിബേറ്റിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല? മനാഫ് എന്തിനാ ഒളിച്ചോടുന്നേ? വിനോദ്, മനാഫ് എന്തിനാ ഒളിച്ചോടുന്നേ? മനാഫിന് ചങ്കൂറ്റോടെ വന്നിരിക്കാൻ പറഞ്ഞേ, വന്നിരിക്കാൻ പറ. ചോദിക്കാനുണ്ട്, എനിക്ക് ചോദിക്കാനുണ്ട്, വന്നിരിക്കാൻ പറ. എവിടെയാ അയാൾ പോന്നേ? എവിടെയാ അയാൾ ഒളിച്ചോടിയത്? നിങ്ങൾ പറഞ്ഞ നാക്ക് വായില് കിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് വായില് കിട്ടില്ലല്ലോ അനിൽജി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ കോഴിക്കോട് പട്ടണത്തിന്റെ മധ്യത്തിൽ അതിന്റെ മാറിടത്തിൽ നിന്നുകൊണ്ട് മനാഫ് മാധ്യമങ്ങളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ വരാൻ പറ. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സമയം തരാം. മനാഫിനോട് പറയൂ, ജനൻ ഡിബേറ്റിൽ പങ്കെടുത്ത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഫ്ലോറിൽ അവതരിപ്പിക്കാൻ അയാൾ കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ 2 ആഴ്ച മുമ്പ്. ആ ചങ്കൂറ്റം അത് പൊളിഞ്ഞ് പാളീസായല്ലോ, അത് തകർന്ന് തരിപ്പണമായല്ലോ. ഇവിടെ വരാൻ പറ അയാളോട്. നിങ്ങളൊന്ന് വിളിക്കുക. നിങ്ങൾ വിളിച്ചാൽ വരും. നിങ്ങൾ വിളിച്ചാൽ അദ്ദേഹം വരും. നിങ്ങൾ വിളിച്ചാൽ വരും. നിങ്ങൾക്ക് ഞാൻ സമയം തരാം. നിങ്ങൾക്ക് ഞാൻ സമയം തരാം. ശ്രീ വിനോദ്, നിങ്ങൾക്ക് ഞാൻ സമയം തരാം. നിങ്ങൾ ഈ ഇടവേളയിൽ നിങ്ങൾ മനാഫിനെ കോണ്ടാക്ട് ചെയ്യൂ. യെസ്, ഞാൻ മറ്റതിഥികളിലേക്ക് പോട്ടെ. മൈക്ക് ഓഫ് ആക്കിയിട്ട് ചാനല മൈക്ക് മ്യൂട്ട് ചെയ്തു. ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊക്കെ പച്ചക്കള്ളാണ്. വിനോദ്, അങ്ങനെയാണ് നിങ്ങളെ വിളിക്കോ? നിങ്ങളെ വിളിക്കോ? അതങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളെ വിളിക്കോ ഈ ഡിബേറ്റിലേക്ക്? അങ്ങനെ ഞങ്ങൾക്ക് വല്ലത് ഒളിച്ചു വെക്കാനുണ്ട് ഈ ഡിബേറ്റിലേക്ക് നിങ്ങളെ വിളിക്കോ? അതിനുശേഷം നിങ്ങൾ ഡിബേറ്റിൽ പങ്കെടുത്തല്ലോ. അതിവിടെ ചോദ്യത്തിന് മറുപടി പറ. വിനോദ് മേക്കോത്ത്, ഒരു നിമിഷം. ചോദ്യത്തിന് എല്ലാത്തിനും മറുപടി ഉണ്ട്. ശ്രീ ചന്ദ്രൻ, ഇല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ താങ്കൾ? ശ്രീ ചന്ദ്രൻ, SIT അന്വേഷണം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? താങ്കൾക്കറിയാലോ, താങ്കൾ ധർമ്മസ്ഥലയിലുള്ള ആളാണ്. ധർമ്മസ്ഥലയിലുള്ള ആളാണ്. ശ്രീ ചന്ദ്രൻ, പറയൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ അന്വേഷണം നല്ല രീതിയിൽ നടന്നുകൊണ്ടുണ്ട്. SIT അന്വേഷണമൊക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷെ ഈ കള്ളസൂത്രധാരികളായിരുന്ന ഈ മനാഫും പിന്നെ മനാഫിന്റെ ടീം, അതുപോലെ അവരെ കൂടെയുള്ള ഒരുപാട് ഷഡ്യന്ത്രം ചെയ്യുന്ന അങ്ങനത്തെ കൈവാടങ്ങൾ അവരൊക്കെ ചേർന്നിട്ട് ഒരു ചിന്നയ്യനെ സൃഷ്ടിച്ചു, ഒരു സുജാതനെ കൊണ്ടുവന്ന് നിർത്തിച്ചു. പക്ഷെ സുജാതക്കും സുജാത ഭട്ടിനും ഈ ചിന്നയ്യനും ഇവര് കഥകൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ചിന്നയ്യനെ അതൊന്നും അറിയാതെ അവൻ എല്ലാറ്റും ഒത്തു. അതാണ് അവന്റെ ഇത്. അവനൊരു ശുചീകരണ തൊഴിലാളിയാണ്. ധർമ്മസ്ഥലത്ത് കുറച്ചു കാലം, ഒരു 10-12 കൊല്ലം പണിയെടുത്തവനാണ്. അവനാടെ മോഷണം ചെയ്തത് കൊണ്ടും ആടെ തെറ്റി അവന്റെ മുകളിൽ ദൂറുകളില്ലത് കൊണ്ട് അവൻ അവിടുന്ന് പണിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് അവൻ എവിടെയോ പോയി, അവന്റെ കുടുംബം കൊണ്ടുപോയി. പക്ഷെ അവനെയും പിന്നെ ഈ സുജാത ഭട്ട് എന്ന് പറയുന്നവർ ഈ ധർമ്മസ്ഥലത്ത് എന്തിനു നമുക്കൊന്നും അറിയത്തില്ലാത്ത ഒരു സ്ത്രീനെ ഇവർ കൊണ്ടുവന്നു. അതും CBI സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടില്ല വാക്കുകൾ എടുത്തു. കാരണം CBI എന്തിനു പറഞ്ഞ ധർമ്മസ്ഥലം പോലത്തെ ഒരു നാട്ടിൽ ഒരു CBI ഓഫീസർ പണിയെടുത്ത് അങ്ങനത്തെവരെക്കും കൂടെ ന്യായമില്ല എന്നുള്ളത് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു ഷഡ്യന്ത്രം, ഒരു കള്ളത്തരമാണ്. എന്നിട്ട് സുജാത ഭട്ട് എന്ത് പറഞ്ഞു? അതേ സുജാത ഭട്ടിന് ഒരുപാട് നാട്യവും ഒരുപാട് നാടകം അറിയാം. ഇവരൊക്കെ പറയാം പാവമാണ്, അമ്മയാണ്, തായിയാണെന്നില്ല ഇപ്പൊ കാണിക്കുന്നത്. അതല്ല, ഇവർ പറഞ്ഞ രീതിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് വേണ്ടുന്ന നാടകം ആ സ്ത്രീ അഭിനയിച്ചിരുന്നത്. കാരണം നടന്നുകൊണ്ട് പോകുമ്പോ ഏതെങ്കിലും ഒരു കച്ചേരി ഓഫീസിൽ കയറുമ്പോ ആ ഭൂമിനെ തൊട്ട് നമസ്കരിക്കുക, അതിന് ഭയങ്കര ബഹുമാനത്തോട് പോവുക, ഭയങ്കര സത്യസന്ധതയായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളത് കാണിക്കൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ആ സ്ത്രീ ചെയ്തുകൊണ്ടുണ്ടായത്. ഈ ലോകത്ത് ജനിക്കാത്ത ഒരു അനന്യഭട്ടിനെ അവർ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഈ മനാഫും ഇവരും ടീമും എല്ലാം കൂടിയിട്ട്, ഒരുപാട് ഷഡ്യന്ത്രവാസികളെല്ലാം കൂടിയിട്ട് ചെയ്തതാണത്. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? അനന്യഭട്ട്
അനന്യ ഭട്ട് എന്നുള്ള ഒരു കുട്ടി, ജനിക്കാത്ത ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഇവരതിന് ഒരുപാട് കഥകൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ തലയോട്ടിയിൽ ഒരു കഥ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ധർമ്മസ്ഥലത്തിൽ ലക്ഷക്കണക്കിൽ വരുന്ന യാത്രാ സ്ഥലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയല്ല, അവർ ഊഹാപോഹമാണ് അവരതും. എന്നിട്ട് ഇവരെല്ലാ ദിക്കിലും ആ നമ്പർ ഈ ചിന്നയനെ പിടിച്ചിട്ട് ഇന്ന നമ്പർ പ്രകാരം അവനെ കുഴിച്ചു നോക്കി. എന്തിനു വേണ്ടി നോക്കി? അപ്പോ ഈ അനന്യ ഭട്ട് എന്നുള്ളത് ഒരു ഇവരെടുത്തുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു എല്ലും കൊട്ട് കിട്ടിയാലും മതിയായിരുന്നു ഇവർക്ക്. എന്നിട്ട് ഇവർ അത് അനന്യ, ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് എങ്ങനെ പറയുന്നുണ്ടോ അതുപോലെ ജസ്റ്റിസ് ഫോർ അനന്യ എന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തൊരു വലിയൊരു ഗൂഢാലോചനയിൽ ഉളപ്പെട്ട ഒരു കഥയാണ് ഇത്. എല്ലാം കഥയാണ് ഇത്. ഒരു സത്യസന്ധമായ ഒരു ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ പവിത്രമായ ഒരു നല്ല ക്ഷേത്രത്തിന് ഒരു പൊട്ട് പേര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു വലിയ ഷഡ്യന്ത്രമാണ്. അതുമല്ലാതെ ധർമ്മസ്ഥലത്തെ ക്ഷേത്രാധീശനായിരിക്കുന്നത് ദൈവതുല്യമായ ആ പരമപൂജ്യനായ വീരേന്ദ്ര ഹെഗഡേർക്ക് എന്തെങ്കിലും കെട്ട പേര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു ഉദ്ദേശമാണിത്. പക്ഷെ അയാൾ ഒരുപാട് നന്ദിയും ധർമ്മവും ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുന്നുണ്ടല്ലോ, ധർമ്മം തലയിൽ കാക്കുമെന്ന്. അതുപോലെ ആ ധർമ്മം തലയിൽ കാക്കും, അദ്ദേഹത്തിനെ രക്ഷിക്കുകയാണ്. ഇവർ ഏത് കഥകൾ സൃഷ്ടിച്ചാലും, ഏത് തെറ്റ് കണ്ടുപിടിച്ചാലും, എന്തൊക്കെ ചെയ്തു നോക്കി, എത്ര കുഴിയെടുത്തു, 32 ആഴം 22 അകലം എടുത്താലും ഒരു തവളക്കുഞ്ഞി പോലും കിട്ടാത്ത ആ ഇതില് ഇവര് വെറുതെ സൃഷ്ടിച്ചു. എന്നിട്ട് എവിടുന്ന് ഒരു തലയോട്ടി കൊണ്ടുവന്നു, ഒരു തലയോട്ടിയുടെ കഥ പറയുന്നത്. എന്ത് തലയോട്ടിതായി ഇവരെന്താക്കിന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകള് ഇവിടെ ഈ സുജാത ഭട്ടിന്റെ തലയോട്ടിൽ കയറ്റി, പിന്നെ ഒരു കുറെ കഥകൾ മറ്റേ ചിന്നയന്റെ തലയിൽ കയറ്റി, അവൻ അനാമിക ഭീമാന്നാക്കി, സുജാത ഭട്ടിന് അനന്യ എന്നുള്ള ഒരു ഭട്ട് ഒരു മകളുണ്ട് എന്നാക്കി. പക്ഷെ ഈ ലോകത്ത് ജനിക്കാത്ത, ഇവൾക്ക് കല്യാണി ആയിട്ടില്ല, കല്യാണം കഴിയാത്ത ഒരു സുജാത ഭട്ടിന് കുട്ടികളാകാമായിരിക്കും, പക്ഷെ ഇവൾക്ക് അതും ആയിട്ടില്ലല്ലോ. ഇവൾ തന്നെ അവസാനം തന്നെ പറഞ്ഞു നോക്കുക, സുജാത ഭട്ട് എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞു, അവസാനം പറയാണ്, എനിക്ക് അങ്ങനത്തെ കുട്ടി ജനിച്ചിട്ടേ ഇല്ല, എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരാൾ വേറെ ആൾക്കാർ ഈ രീതി എനിക്ക് പറയണമെന്നില്ല, ഇത് ഒത്തടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് സുജാത ഭട്ട് പറയുകയായിരുന്നു അവസാന ഘട്ടത്തിൽ. പക്ഷെ നമ്മൾ മാധ്യമത്തിൽ കേട്ടത്, SIT ഓഫീസർ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, SIT ഏത് രീതിയിലാണ് അതിനെ എൻക്വയറി ചെയ്യുന്നില്ലത്, അത് ശരിയായ രീതിയിൽ SIT പോകുന്നുണ്ട്, അത് ശരിക്കും ഇതാകുന്നുണ്ട്. പക്ഷെ ധർമ്മസ്ഥലത്തേക്ക് ചെയ്യാൻ നോക്കി അങ്ങനത്തെ ഈ ഷഡ്യന്ത്രം ഇവർ ചെയ്ത് വലിയ ദ്രോഹമാണ്. ഇതേ മനാഫയുടെ ടീമും ധർമ്മസ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു നാടുണ്ട്, അടുത്തേക്ക് പറയാ ബൊളിയാർ. ആ ബൊളിയാർ എന്ന് പറയുന്ന നാട്ടിൽ പോയിട്ട് അവിടെ റബ്ബറും തോട്ടത്തിൽ വേറെ കാട്ടിൽ ഇരുന്നിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇവനും മനാഫയുടെ ടീമും ഉണ്ടായിരുന്നു. അന്നേരം മനാഫന്റെ ഒക്കെ 3-4 ആൾ വരും ഉണ്ടായിരുന്നു. അവരൊക്കെ ചെയ്തിട്ട് എന്നൊക്കെ കഥകൾ സൃഷ്ടി TV കാണിച്ചു. അതല്ലാതെ ഇവര് തന്നെ സൃഷ്ടിയാക്കിയതാണ്, ഇവരെല്ലാം കൂടിയിട്ട് സൃഷ്ടിച്ചതാണ്. സുജാത ഭട്ടിനെയും ഈ ഇവിടുന്ന് പണി ഒഴിവായിട്ട് ഇവിടെ കള്ളത്തരത്തിൽ കഴിഞ്ഞു വീണിട്ട് പയ്യനെ ഒഴിച്ചു വിട്ടങ്ങനത്തെ ചിന്നയനെ കൊണ്ടുവന്ന് അവന് 1 കൊല്ലം പോലെ ട്രെയിനിങ് കൊടുത്ത്, അവന് കുറച്ച് കാശിന്റെ ആവശ്യവും കൊടുത്ത്, നല്ല ഭക്ഷണങ്ങളും കൊടുത്ത് അവനോട് പറയിപ്പിച്ചു. പക്ഷെ അവൻ ആരോടാ പറഞ്ഞത്? നല്ല സത്യസന്ധമായ ചാനലിനോട് പറഞ്ഞിട്ടില്ല. ചില കള് തന്നെ പറയുന്നത്, അസത്യം തന്നെ സൃഷ്ടിക്കുന്ന അങ്ങനത്തെ യൂട്യൂബേഴ്സിനോട് മാത്രമാണ് ആ ചിന്നയ്യനും ഈ സുജാത ഭട്ടും പറഞ്ഞിട്ടിരിക്കുന്നത്. അത് ഇപ്പോഴാണ് വെളിപ്പെടുമ്പോ, പക്ഷെ ഇവരെന്നെ സൃഷ്ടിച്ചതാണ് ഈ SITനെയും, ഇവരെന്നെ വിളിച്ചതാണ് മറ്റേ പ്രണവ് മോഹന്തിനെയും, ഇവര് തന്നെ തോണ്ടിയതാണ് ഈ കുഴികളും. ഈ കുഴികളിൽ ഇവര് തന്നെ വീഴുകയാണ്, വീണേ പറ്റും. കാരണം ധർമ്മസ്ഥലം ഒരു സത്യസ്ഥലമാണ്. മഞ്ജുനാഥ സ്വാമി എന്ന് പറഞ്ഞ വിശ്വാസം ഈ ലോകത്തിലെ എല്ലാ വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് ഏത് കാലത്തും ധർമ്മം തലയിൽ കാക്കും, ഇത് സത്യമാണ്. യുവരാജ് ഗോകുൽ, അവിടെ തലയോട്ടി എടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല, മറ്റൊരാളാണ്. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ SITക്ക് തെളിവുകൾ കൈമാറിയതാണ് ഈ നന്മമരം മനാഫ് അവകാശപ്പെടുന്നത്. പോരാട്ടം തുടരും, നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കുറയുകയാണ്, ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, സമയം വരുമ്പോൾ പറയും, ഇപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഒരു ഭാഗത്ത് അയാൾ പറയുകയാണ്, ഞാൻ ആരെയൊക്കെ വിശ്വസിച്ചു അതൊക്കെ കള്ളനാണയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇപ്പോഴും ഇതിന് പിന്നിൽ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ആ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നവർ ഉണ്ട് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത് യുവരാജ് ഗോകുൽ? അല്ല, നമ്പ്യാർ ചെയ്യുന്നത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അത് നമ്മൾ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനൊന്നും തന്നെ അദ്ദേഹത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം മറ്റ് ചില ആത്മവിശ്വാസങ്ങൾ എപ്പോഴും പ്രകടിപ്പിക്കുകയായിരുന്നു.
അദ്ദേഹം നമ്മളെല്ലാവരെയും നന്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. ഒരു പാവം ഹിന്ദു പെൺകുട്ടി, ആ ഹിന്ദു പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കിട്ടണം, ആ ശരീരഭാഗങ്ങൾ കിട്ടിയാലേ ഹിന്ദു ആചാരപ്രകാരം ആ അമ്മയ്ക്ക് ആ മൃതദേഹങ്ങളെ അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളതിങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങേക്കും ആ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ആ പെൺകുട്ടി പഠിച്ച കോളേജ് എന്ന് പറയുന്ന കസ്തൂർബ കോളേജാണ്. ആ കോളേജിൻ്റെ അകത്ത് ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന ഏതെങ്കിലും കുറച്ച് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളെ ഒന്ന് കൊണ്ടുവരാമോ? ആ കുട്ടി മെഡിക്കൽ എൻട്രൻസ് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവും. കോച്ചിങ്ങിന് പോയ സ്ഥലം ഏതാണ്? അവിടെ പഠിപ്പിച്ച ആൾക്കാരെയോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ആരെങ്കിലും കിട്ടുമോ? ആ കുട്ടി പ്രീ ഡിഗ്രി വരെ പഠിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും, ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് സ്കൂളിലാണ് പഠിച്ചത്, ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. പോട്ടെ, ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മണിക്കൂറുകളോളം സുജാത ഭട്ടുമായിട്ട് സംസാരിച്ചു. സുജാത ഭട്ടിനെ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടും വിശ്വാസമാണ്. സുജാത ഭട്ട് എൻ്റെ അണ്ടറിലാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മളാരും കയ്യിൽ നിന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. സുജാത ഭട്ട് എൻ്റെ അണ്ടറിലാണ്. സുജാത ഭട്ട് മാത്രമല്ല, ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ചിന്നയ്യൻ എന്ന് പറയുന്ന ആൾ, അയാൾ ഈ മൃതദേഹങ്ങൾ, ഇത്രയധികം മൃതദേഹങ്ങൾ കുഴിച്ചിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പറഞ്ഞ് ചിന്നയ്യൻ മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, കുഴിച്ചിട്ട ആൾക്കാർ. ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ? അതും ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ എനിക്കറിയാം, ഞാൻ അവരെയൊക്കെ കൊണ്ടുവരാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മളാരും പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ വിനോദ് അല്ലേ, അദ്ദേഹം ആദ്യം മുതൽ വലിയ വികാര വിക്ഷോഭിതനായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂലൈ 3-ാം തീയതി അവിടെ FIR ഇടുന്ന സാഹചര്യം ഉണ്ടായി. ഓഗസ്റ്റ് അവസാനം മാത്രമാണ് മറ്റുള്ളവർ അതിനകത്തേക്ക് ഇടപെടുന്നത്. ശരിയാണ്, ഇതൊക്കെ വസ്തുതകളൊക്കെ തന്നെയാണ്, അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു സ്ഥലത്ത് ഒരു വിഷയം നടന്നു കഴിയുമ്പോൾ ആ വിഷയത്തിനകത്ത് പ്രോപ്പറായിട്ടൊരു ക്രൊണോളജി ഉണ്ട്. ആ ക്രൊണോളജി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നടന്നിരിക്കുന്ന വസ്തുതയാണോ അല്ലാത്തതാണോ എന്ന് വേർതിരിച്ചറിയുവാനുള്ള യുക്തി എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏത് സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഇപ്പോൾ അദ്ദേഹം ചിന്നയ്യൻ എന്ന് പറയുന്ന ആളെ ഡിസോൺ ചെയ്ത് സംസാരിച്ചു. കഴിഞ്ഞ തവണ ചർച്ചയിൽ വരുന്ന സമയത്ത് നമ്മുടെ മനാഫ് പറഞ്ഞത് ചിന്നയ്യൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളാണ്, ഒപ്പം തന്നെ വേറെയും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് കുഴിച്ചിട്ട ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള തലത്തിലാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ചിന്നയ്യൻ ഒരു ക്രിമിനലാണ്, ചിന്നയ്യൻ ഈ പറയുന്ന കൂട്ടക്കൊലയ്ക്ക് കൂട്ടുന്ന ആളാണ്, അയാളാണ് കുഴിച്ചിടാൻ പോയത് എന്നുള്ള തലത്തിൽ ഇപ്പോൾ ചിന്നയ്യനെ അവർ ഡിസോൺ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവനവനെ തന്നെ ഡിസോൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയ ആൾക്കാരാണല്ലോ ഇപ്പം മനാഫ് എന്ന് പറയുന്ന അദ്ദേഹം വലിയ ശക്തനായ ആളാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ നമ്മളോട് അവകാശപ്പെട്ടത്. ഞാൻ പഴയ മനാഫൊന്നുമല്ല, ഞാൻ വേറെ ആളാണ്, ഞാനിപ്പോൾ വലിയ ശക്തനായ മനാഫാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം. അതുപോലെ തന്നെ ശ്രീ വിനോദ്, അദ്ദേഹം വലിയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം തിരിച്ച് ജനം TV ചോദ്യം ചെയ്യുന്നുണ്ട്, അദ്ദേഹം മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലെ കോമൺ സെൻസ് ഉള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുവാനുള്ള ശേഷി ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട്, എനിക്കൊരു മകളുണ്ട്, എൻ്റെ മകളെ ഇന്ന തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മകളുടെ വേറബിൾസ് എന്താണ് എന്ന് അന്വേഷിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ കർത്തവ്യം അവർക്കുണ്ടാവണ്ടേ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു വലിയ വിഷയം ഉണ്ടാകുന്ന സമയത്ത്, ഇങ്ങനൊരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ആ കേസിനെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഫോളോ ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ ആദ്യം നോക്കുന്നത് ഈ അനന്യ ഭട്ട് എന്താണ്, അനന്യ ഭട്ടിനെ ചൊല്ലി വേറെ ആരൊക്കെ വരുന്നുണ്ട്, ഈ സുജാത ഭട്ടിൻ്റെ വേറബോട്ട്സ് എന്താണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്. നമ്മളിതെല്ലാം അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കകത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്നാലും നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-16 സൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം പറയുന്നത് SIT പറഞ്ഞോ, SIT എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയോ, ഇപ്പം തിരിച്ച് ആണ്, ഇപ്പം തെളിവ് നമ്മൾ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്കായി. അവിടെ ആരെയും കുഴിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലായി. നോക്കൂ, ഇവിടെ
ആരോപണം ഉന്നയിച്ചതാരാണ്? ഈ പറയുന്ന സോകോൾഡ് ആക്ഷൻ കമ്മിറ്റിയാണ്, ഈ പറയുന്ന ചിന്നയ്യനാണ്, നിങ്ങളുടെ അണ്ടറിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ടാണ്. അപ്പോൾ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അത് കുഴിച്ചിട്ടിരിക്കുന്നതിൻ്റെ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഓണസ് ആരുടെ മേലിലാണ്? അത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ മേലിലാണ് ആ ഓണസ് ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ 500 പേരെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇനി അവിടെ 500 പേരെ കുഴിച്ചിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഞങ്ങൾ കൊണ്ടുതരണോ, അതോ 500 പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഈ ആരോപണം ഉന്നയിക്കുന്നവർ കൊണ്ടുവരുന്നതാണോ അതിൻ്റെ ശരി? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം വിനോദ് എന്ന് പറയുന്ന അദ്ദേഹം ഈ കേസിനകത്ത് വളരെ സീരിയസ് ആയിട്ടാണ് ഇടപെട്ടിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഇടപെടുകയല്ല. ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, താങ്കൾ ഏത് അല്ല അങ്ങ് ഇടപെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുള്ള കാര്യമല്ല, അങ്ങ് ഇടപെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുള്ള കാര്യമല്ല. അങ്ങ് ചോദിച്ചു സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാണ്. ഞാൻ ഇടപെടില്ല. ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇടപെടുകയല്ല. ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാണോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണോ? അതിലൊരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ഏത് ആക്ഷൻ കമ്മിറ്റി ആയാലും കുഴപ്പമില്ല, നിങ്ങളല്ലേ ഇതിന്റെ പിറകിൽ, നിങ്ങളാണല്ലോ ഇതൊക്കെ ഉന്നയിച്ചത്, ആരോപണങ്ങൾ ഉന്നയിച്ചത്. അല്ല, ഇതിപ്പോ ഏത് ആക്ഷൻ കമ്മിറ്റി എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ജസ്റ്റിസ് ഫോർ സൗജന്യാണോ അതോ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കിടന്ന് ബേളം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്? അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ മനാഫ് ഇവിടെ വന്നിരുന്നിട്ട് അദ്ദേഹം 3-4 പേരുമായി ചേർന്നിട്ട് ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയെന്നും അദ്ദേഹം എന്തോ നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ആ ആക്ഷൻ കമ്മിറ്റിയുടെ അണ്ടറിലാണ് അനന്യ ഭട്ട്, സുജാത ഭട്ട് എന്നൊക്കെയാണ് മനാഫ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ അണ്ടറിലാണ് മറ്റ് പല ആൾക്കാരെ കുഴിച്ചിട്ട ആൾക്കാരെ അദ്ദേഹം കൊണ്ടുവന്ന് റാലിക്ക്. ഞാൻ അന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു JCB ഉപയോഗിച്ച് കുഴിക്കുന്നതാണോ അതോ ഒരാൾ കുഴിക്കുന്നതാണോ? പറഞ്ഞു ഒരാളൊന്നുമല്ല കുഴിച്ചത്, ഒരുപാട് പേര് കുഴിച്ചു. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇവിടെ റെക്കോർഡിക്കലി ഉള്ള കാര്യമാണ്. ഒരുപാട് പേര് കുഴിച്ചു, ഒരുപാട് പേര് ചേർന്നിട്ടാണ് കുഴിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബാക്കിയുള്ളവരൊക്കെ പുറകെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളായിട്ട് അവരാരും പുറമേ വരുന്നത് നമ്മളാരും കണ്ടില്ല. ഇനി 16 സൈറ്റ് അവിടെ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നതല്ലോ, ഇപ്പോഴും പത്രവാർത്തകളിലൂടെ നമ്മൾ കാണുന്ന കാര്യമാണ്. 10-16 ലൊക്കേഷൻസ് കാണിച്ചു കൊടുത്തു, എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന് പറഞ്ഞിട്ട്. ഈ 16 ലൊക്കേഷനിൽ കുഴിച്ചിട്ടിട്ട് 450-500 പേരെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നോക്കൂ, ഞാൻ ഈ കേസിനകത്ത് ഇനിയിപ്പോൾ അത് ധർമ്മസ്ഥലയിലല്ല മറ്റേതെങ്കിലും എവിടെയാണെന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ കേസിനകത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ ഇടപെടുവാൻ വേണ്ടിയിട്ട് സന്നദ്ധരാണ് നമ്മളെല്ലാവരും. പക്ഷേ വളരെ മാന്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ഈ കേസിനെ കാലങ്ങളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന്റെ ആരംഭകാലം മുതൽ ഇതുവരെയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ ചാടിക്കേറി ഒരു കൺക്ലൂഷനിൽ എത്തുകയോ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എന്തെങ്കിലും അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോ തുടക്ക കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ ആരും പോയിരിക്കുന്നോ നിങ്ങൾക്ക് ഒരു തരത്തിലും കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കർണാടക സംസ്ഥാനത്തിൽ അത്രയേറെ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിനെതിരായിട്ട് ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന് അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റി പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം ആരോപണം വന്നിട്ടുള്ള 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ 4ാമത്തെ ദിവസമോ 10ാമത്തെ ദിവസമോ ഒന്നും തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തികൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുവാനോ അവരെ തള്ളിപ്പറയുവാനോ ഞങ്ങൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. പകരം ഈ നാട്ടിനകത്തൊരു നിയമ സംവിധാനം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ആ നിയമ സംവിധാനത്തിൽ ഞങ്ങൾ 100% വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിയമ സംവിധാനം നിയമത്തിന്റെ വഴിക്ക് പോവുകയും ആ പറയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഏതൊക്കെ തലത്തിൽ നിങ്ങളുടെ ആൾക്കാരെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ മാധ്യമങ്ങൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ആ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവനും മാസ് രീതിയിൽ ഈ പറയുന്ന എക്സ്കവേഷൻ അല്ലെങ്കിൽ എക്സ്ക്യൂമേഷൻ നടത്തിയിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർക്കെതിരെ ചോദ്യം ഉണ്ടാവും. ആ സമയത്ത് സുജാത ഭട്ടിന് വട്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയാനാണ് എന്നുണ്ടെങ്കിൽ കുറച്ചു നാളുകൂടി കഴിയുമ്പോൾ അനിയത്തിപ്രാവിലെ സുധീഷിനെ പോലെ വട്ടാണേ എനിക്ക് വട്ടാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി കോഴിക്കോട് അങ്ങാടിയിലൂടെ ഓടുന്നതും നമ്മളെല്ലാവരും കാണേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന് നോക്കൂ, ഇന്ത്യയില് ഇത്തരത്തിലുള്ള കേസുകൾ നടക്കുന്ന സമയത്ത് ആൾക്കാരെ പലപ്പോഴായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കും.
ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും, വിടും. അതിനുശേഷം അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുമായി മറ്റൊരു സ്ഥലത്ത് മറ്റൊരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി ഒക്കെ പോകുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊരുത്തക്കേടുകളും മറ്റു പല കാര്യങ്ങളും പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോഴാണ് അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ പറയുന്ന മനാഫ് എന്ന് പറയുന്ന ആൾ ഒരു നിഷ്കളങ്കനാണ് എന്നുണ്ടെങ്കിൽ അയാൾ നിഷ്കളങ്കനായിട്ട് പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ചില താല്പര്യങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ രാജ്യത്തോട് മറുപടി പറയേണ്ടി വരും. അന്ന് നിങ്ങൾ ആരും കൈയിട്ടടിച്ചിട്ടോ കാലിട്ടടിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല. അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹം ആത്മാർത്ഥതയുടെ നിറകുടമായതുകൊണ്ട്, അദ്ദേഹം നന്മമരമായതുകൊണ്ട് അദ്ദേഹം എടുത്ത് ചാടിപ്പോയതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരി, നമുക്കത് മനസ്സിലാവും. അല്ല, അദ്ദേഹത്തിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തോട് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. കാരണം ഭാരതത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിൽഗ്രിം സെന്ററുകളിൽ ഒന്നിനെയാണ് ഒരു കാര്യവുമില്ലാണ്ട്, പ്രത്യേകിച്ച് ഒരു എവിഡൻസിന്റെയും ബാക്കിംഗ് ഇല്ലാണ്ട് കയറി വന്ന് നിന്നിട്ട് ഇത്തരത്തിൽ അവഹേളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹം അറിഞ്ഞുകൂടാതെയാണെന്ന് അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഓക്കെയാണ്. പക്ഷെ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ഫ്ലോറിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അണ്ടറിലാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്. സുജാത ഭട്ടുമായി ഞാൻ മണിക്കൂറുകളോളം ചർച്ച നടത്തി, അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരാളെ അല്ല, ഒരുപാട് തൊഴിലാളികളെ എനിക്കറിയാം, അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് പരേഡ് നടത്തും എന്നൊക്കെ പറഞ്ഞയാള് മനാഫാണ്, ഞങ്ങൾ ആരും അല്ല. അന്ന് ആ ചർച്ചയിൽ അങ്ങും ഇരിപ്പുണ്ടായിരുന്നു, അങ്ങും കേട്ടതായിരിക്കും മനാഫ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടി വരും. യെസ്, മനാഫ് എന്തുകൊണ്ട് മലക്കം മറിഞ്ഞു? ശ്രീ വിനോദ്, താങ്കളുടെ പക്കൽ തെളിവുകൾ ഉണ്ടെങ്കിൽ താങ്കൾക്കത് തുറന്ന് പറയാൻ. ഇനി ചോദിക്കരുത്, നിങ്ങളല്ലല്ലോ, ജനൻ TV അല്ലല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതുകൊണ്ട് ഞാൻ എന്തിന് തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ പറയണം എന്നൊന്നും ദയവ് ചെയ്ത് ചോദിക്കരുത്. പറയൂ വിനോദ്, ആ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കെട്ടഴിക്കൂ, താങ്കൾക്ക് പറ്റുമെങ്കിൽ പ്ലീസ്. അല്ല, ഞാൻ ജനം TV യിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എന്താണെന്ന് കാര്യം എന്ന് വെച്ചാൽ, ഒരു ചർച്ചയുടെ ഒരു ഡിബേറ്റിൻ്റെ ഡെക്കോറം പാലിക്കുന്ന ഒരു സമ്പ്രദായം ജനം TV ക്കില്ല. ഈ ചർച്ചയിലില്ലാത്ത ഒരാളെ വെച്ച് അയാൾ എന്തോ പറഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഈ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മനാഫ് ഈ ഫ്ലോറിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. എന്തോ അല്ല പറഞ്ഞത്. എന്താ അന്ന് രണ്ടെണ്ണം അടിച്ചിട്ടാണോ അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത്? ഇടപെടുന്നതല്ല നമ്പ്യാർജി, ഞാൻ ഇടപെടുന്നതല്ല നമ്പ്യാർജി, ഞാൻ ഇടപെടുന്നതല്ല. ഒറ്റ കാര്യം അദ്ദേഹത്തോട് ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്റെ മൈക്ക് ഒച്ച കുറച്ച് വെച്ച് താങ്കളുടെ സമയത്ത് ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ താങ്കളുടെ സമയത്ത് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ആരാണ് ഈ ചർച്ചയിൽ താങ്കൾ അടങ്ങി അവിടെ ഇരിക്കെ? താങ്കളല്ല ഈ മാധ്യമ ചർച്ച നടത്തുന്നത്, താങ്കളല്ലല്ലോ ഈ ചർച്ചയുടെ പണിയറിയോ? അനിൽ നമ്പ്യാർക്ക് പണിയറിയുമെങ്കിൽ അനിൽ നമ്പ്യാർ ചർച്ച നിയന്ത്രിക്കണം. എന്റെ സമയത്തിന്റെ അകത്ത് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി വരുത്താൻ എന്നെ അനുവദിക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഒരു കാര്യം പറയാനുള്ളൂ. മിണ്ടാണ്ട് ഞാൻ പറയുന്നത് കേട്ടവിടെ ഇവിടെ മനാഫിനെ കുറിച്ചിട്ട് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് മനാഫിന്റെ പേരിൽ ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ശരി, ഇവിടെ മനാഫിന്റെ കാര്യം ഞാൻ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഈ ചർച്ചയിലുണ്ടോ ചർച്ചയിലില്ലയോ എന്നുള്ളതല്ല. ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് SIT ചോദ്യം ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ വിഷയം എടുക്കുമ്പോൾ അദ്ദേഹം ഇതിനകത്തൊരു ഫാക്ടർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അതിനകത്ത് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെയും ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ വിഷയമല്ല. ഈ സബ്ജക്റ്റിനകത്ത് അയാൾ ഒരു മാറ്ററാണ്, തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങേക്ക് അതിനകത്ത് വിഷമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ച ചെയ്യേണ്ടി വരും.
വിനോദ് പ്രൊസീഡ്. കേട്ടല്ലോ അനിൽ നമ്പ്യാരെ, Yes. അദ്ദേഹം താങ്കളെ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ. Yes. ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ അനിൽ നമ്പ്യാർ യുവരാജ് ഗോകുൽ പഠിപ്പിച്ചത് നന്നായി. Okay. അതവിടെ നിൽക്കട്ടെ, ഒരു കുഴപ്പമില്ല. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തണം. സോറി, എൻ്റെ നിങ്ങൾ ആ തെളിവുകൾ എടുക്ക് പ്ലീസ്. ഇത് പോയതാ. ഓക്കെ, ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നത് നല്ലതാ. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നത് നല്ലതാ. കേൾക്കുന്നുണ്ടോ? തെളിവുകളുണ്ടോ വിനോദ്? പിന്നെ വിനോദ് പറയുന്നത് കേൾക്കാം. കേൾക്കുന്നുണ്ടോ? യെസ്, നന്നായി കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ യുവരാജ് ഗോകുലിൻ്റെ ക്ലാസ് താങ്കൾ കേട്ടല്ലോ. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ തെളിവുകൾ, ഈ സാക്ഷികൾ, ഈ മൊഴികൾ ഇതെല്ലാം ശേഖരിക്കുന്നതിനാണ് DGP തലത്തിലുള്ള ഏറ്റവും ഉയർന്ന 4 ഉദ്യോഗസ്ഥരുൾപ്പെടെ 20 അംഗ ടീം ഉൾപ്പെടെ 24 ടീമിനെ അവിടെ 90 ദിവസം സമയം അനുവദിച്ചുകൊണ്ട് കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത്. അവർ അന്വേഷിക്കട്ടെ, എന്തിനാണ് തിടുക്കം, എന്തിനാണ് ധൃതി. ഇനി യുവരാജ് ഗോകുലിനോട് ഞാൻ ചോദിക്കട്ടെ, BY വിജയേന്ദ്ര എന്ന് പറയുന്ന ഒരാളെ അറിയോ? അറിയെങ്കിൽ മുന്നോട്ട് പോയാൽ മതി. യുവരാജ് ഗോകുലെ BY വിജയേന്ദ്ര മകനല്ലേ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ? പറയൂ. വിജയേന്ദ്ര ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ? പറയൂ. സംസ്ഥാന അധ്യക്ഷൻ. ഓക്കെ ശരി. അല്ല, താങ്കൾക്ക് അത് അറിയുമെങ്കിലേ ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് സെപ്റ്റംബർ മാസം 1-ാം തീയതി മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് 10-ാം തീയതി 1-ാം തീയതിയാണ് അല്ലേ? ഇന്ന് ഇപ്പോൾ 1-ാം തീയതി വന്ന വാർത്ത യുവരാജ് ഗോകുൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. താങ്കൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണം. ഞാൻ എടുത്തു ചോദിച്ചല്ലോ, താങ്കൾ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് ഇങ്ങനെ വിടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ക്ലാരിറ്റി വേണം, ഏത് ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഏത് ആക്ഷൻ കമ്മിറ്റി ആയാലും കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ ഈ പറയുന്ന താങ്കളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര സെപ്റ്റംബർ മാസം 1-ാം തീയതി സൗജന്യയുടെ വീട്ടിൽ പോയി. സൗജന്യയുടെ വീട്ടിൽ നേതാക്കൾ സഹിതം ചെന്നു. കുസുമാവതി എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മയെ കണ്ട് സംസാരിച്ചു. എന്താ സംസാരിച്ചതെന്നറിയോ യുവരാജ് ഗോകുൽ? എന്താ സംസാരിച്ചതെന്നറിയോ? 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്, താങ്കൾ വരുന്നത്. കുസുമാവതി ആ വിജയേന്ദ്രനോട് ചോദിച്ചതാ. 13 ജനം TV പോയതുപോലെ വളരെ ലേറ്റ് ആയിട്ട് വന്നിരിക്കാങ്ക വിജയേന്ദ്ര സാറ്. അപ്പൊ അമ്മ ചോദിച്ചു, കുസുമാവതി ചോദിച്ചു, എവിടെയായിരുന്നു നിങ്ങൾ 13 കൊല്ലം? എന്റെ മകൾ നഷ്ടപ്പെട്ടിട്ട് 13 കൊല്ലം തികയുന്നു. അപ്പൊ വിജയേന്ദ്ര പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളിപ്പം പറഞ്ഞതുപോലെയാണ്, പോയതൊക്കെ പോട്ടെ, നിങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. അപ്പൊ ആ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇവിടെ മുഴുവൻ പ്രചരിപ്പിച്ചു, ഞാൻ ഈ മകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ കോട്ട കെട്ടി വാഴുകയാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു, നിങ്ങളുടെ പാർട്ടിക്കാർ പ്രചരിപ്പിച്ചു, നിങ്ങളുടെ നേതാക്കൾ പ്രചരിപ്പിച്ചു. 13 കൊല്ലം 1-2 ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടല്ലേ ഉള്ളൂ ജനം TV പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ 13 കൊല്ലം പ്രചരിപ്പിച്ചു, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുകയാണോ? എന്നിട്ട് വിജയേന്ദ്ര എന്താ പറഞ്ഞെന്നറിയോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് യുവരാജ് ഗോകുൽ, തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ. നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്ക്, നിങ്ങൾ BJPയുടെ വക്താവാണല്ലോ, ആ വിവരങ്ങളിലൊക്കെ ഒരു അപ്ഡേഷൻ വേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ നിയമ പോരാട്ടത്തിൽ, ആ നിയമ പോരാട്ടം ഏറ്റെടുത്തിട്ടുള്ളത് ഏത് ആക്ഷൻ കമ്മിറ്റിയാണെന്നറിയോ? ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാ. ആ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് നിങ്ങളുടെ നിയമ പോരാട്ടത്തിന് അങ്ങ് സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിലും ഞങ്ങൾ പിന്തുണ തരാം എന്ന് വിജയേന്ദ്ര പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഛർദിച്ചത് വാരി തിന്നുന്ന നാളുകൾ വരാൻ പോകുന്നു. ഈ കേസിലും വരാൻ പോകുന്നു. ധർമ്മസ്ഥലയുടെ കേസിലും. അക്കാര്യത്തിൽ പറയാനുള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ കുടുംബത്തോട് പോയി പറഞ്ഞു, നീതിക്കായുള്ള പോരാട്ടത്തിൽ കർണാടകയിൽ നിന്ന് മനാഫിനെ സന്തോഷിക്കുന്ന വലിയ സംഭവം തന്നെ അതൊക്കെ. 13 കൊല്ലത്തിന് ശേഷം ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന വീട്ടിൽ ഈ പറയുന്ന ഈവിൽ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. 13 കൊല്ലം നിങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ മുഴുവൻ ആ കുസുമാവതി അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ 13 കൊല്ലം ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇടപെടല്ലേ അനിലേ, ഇടപെടല്ലേ? ഞാൻ പറയട്ടെ നിങ്ങൾ എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ആളുകളെ
ഞാൻ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്യുകയും ഞാൻ പറയുമ്പോ അവരുടെ മൃതദേഹങ്ങൾ നിങ്ങളുടെ ആളാണല്ലോ, ചിന്നയ്യാണല്ലോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അതിനനുസരിച്ചാണല്ലോ ആ ലൊക്കേഷൻ കുറിച്ചത്. അതാണ് നമ്പ്യാരെ ഞാൻ പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ജനം TV മാത്രം കണ്ടാ പോരാ, കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തകൾ നിങ്ങൾ കാണണം. ബംഗളഗുട്ട കേട്ടിട്ടുണ്ടോ? ബംഗളഗുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സൗജന്യയുടെ പോയി കാല് പിടിച്ച് കരഞ്ഞ, നിങ്ങളിപ്പോൾ പോയി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി കാല് പിടിച്ച് കരഞ്ഞ ആ സൗജന്യയുടെ അമ്മാവനെയും കൂട്ടി ബംഗളഗുട്ട എന്ന് പറയുന്ന കാട്ടിൽ പോയി അവിടെ കുഴി മാന്തിയപ്പോ അവിടെ കിട്ടിയത് 5 അസ്ഥികൂടങ്ങളാണ്. വാർത്തകൾ വരുന്നത് കാണണം, വാർത്തകൾ വരുന്നത് കാണണം. അല്ലാതെ ഒരാൾ സംസാരിക്കുമ്പോൾ ചന്ദ്രേട്ട സംസാരിച്ചു, ചന്ദ്രേട്ടന്റെ ഭജന ഞാൻ കേട്ടു. അതുപോലെ തന്നെ യുവരാജ് ഗോകുൽ സംസാരിച്ചു. ഒരു വാക്ക് പോലും അനിൽ നമ്പ്യാർ ഇടപെട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടിയല്ല താങ്കൾ തരുന്നത്. താങ്കൾ എന്തൊക്കെയോ കാട് കയറി സംസാരിക്കുക. ഞാൻ താങ്കളോട് എന്താ ചോദിച്ചേ? താങ്കൾ ഇതാ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കെട്ടഴിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിവുകളുണ്ട് പറഞ്ഞ വിനോദ്, നിങ്ങൾ എന്തിനാ ഇപ്പോ നിങ്ങൾ സൗജന്യയുടെ കാര്യം അവിടെ നിർത്ത്. ബാക്കി ഞാൻ ചോദിക്കുന്നത്, ബാക്കി മൃതദേഹങ്ങളുടെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ താങ്കളുടെ കയ്യിൽ ആധികാരികമായ തെളിവുകളുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ ഫ്ലോറിൽ അവതരിപ്പിക്കാം. നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗമല്ലേ? നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗമല്ലേ? നിങ്ങൾ അത് നിർത്താൻ പറയും. നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗമല്ലേ? മറുപടി പറ. ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ അംഗമാണ്, അതിന്റെ കൺവീനറാണ്. ഞങ്ങൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതേ പറയുന്ന ചിന്നയ്യ അവിടെ കുഴിച്ചിട്ട മൃതശരീരങ്ങളിൽ കേരള സാരി ഉടുത്ത, സെറ്റ് സാരി ഉടുത്ത സ്ത്രീകളുണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള ആളുകൾ. ഞാൻ മറുപടി പറയാണ് നമ്പ്യാരെ, ഞാൻ മറുപടി പറയാണ്, കേൾക്ക്. ഞാൻ മറുപടി പറയാണ്. അങ്ങനെ കേരളത്തിൽ സെറ്റ് സാരി ഉടുത്ത മലയാളി സ്ത്രീകളുടെ ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ചിന്നയ്യ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ രേഖകൾ പരിശോധിച്ചത്. BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചു. 2016 മുതൽ 2021 വരെയുള്ള 5-6 വർഷക്കാലം ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് 43,272 സ്ത്രീകളാണ്. അതിൽ 93% തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ബാക്കി 7% ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ സംഖ്യ കൂട്ടിയാൽ ഏതാണ്ട് 353 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കം ഈ 353 പെൺകുട്ടികളാ ഏതായാലും 3000-ലധികം വരും. അതാണ് 2016 മുതൽ 21 വരെയുള്ള കണക്കെങ്കിൽ 1998 മുതൽ 2015 വരെ ഈ ചിന്നയ്യെല്ലാം ധർമ്മസ്ഥലയിൽ കൊണ്ടുപോയി അവിടെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി. അതിനുശേഷം അവരുടെ മൃതദേഹങ്ങൾ അവിടെ നേത്രാവതി പുഴയോരത്ത് കുഴിച്ചിട്ടു അല്ലേ? അതാണ് ആക്ഷൻ കമ്മിറ്റി കണ്ടുപിടിച്ചത്. പിന്നെ അല്ല, അവിടെ പോയില്ല എന്ന് എങ്ങനെയാ നമ്പ്യാർക്ക് ഉറപ്പ്? നിങ്ങൾക്ക് എന്താ ഉറപ്പ് അവിടെ പോയി എന്നുള്ളത്? അത് പറ. അങ്ങനെ പോയിട്ടില്ല. അല്ല, പോയി എന്താ നിങ്ങൾക്ക് ഉറപ്പ്? ഈ ധർമ്മസ്ഥലയിൽ തന്നെ പോയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തു. അവിടെ പോയ മലയാളി സ്ത്രീകളെ ബലാത്സംഗത്തിന് വിധേയമാക്കി അവരെ കൊലപ്പെടുത്തി അവരുടെ മൃതദേഹങ്ങൾ മെയിൽ ചെയ്തു. ഞങ്ങൾ ഇത് എന്താ സംശയം? അതായത് അവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കക്ഷി പറയുന്നു കേരള സാരി ഉടുത്ത സ്ത്രീകളെയും ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ ആയിരക്കണക്കിന് സ്ത്രീകൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, ഇവർ ഇത്തരത്തിൽ ധർമ്മസ്ഥല പോലുള്ള സ്ഥലത്ത് പോയി കൊല ചെയ്യപ്പെടുകയോ അവിടെ കുഴിച്ചു മൂടപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ന്യായമായ സംശയമല്ലേ? ന്യായമായ സംശയം താങ്കൾക്കുണ്ടാവില്ല. താങ്കൾക്ക് ഒരു 1.5 മാസം കഴിയും. BJP 13 കൊല്ലം പോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് സംശയം തോന്നി. ഉണ്ടാവാം. ഇല്ലെന്ന് എങ്ങനെ പറയും താങ്കൾ? അല്ല വിനോദ്, ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. താങ്കൾക്ക് എങ്ങനെ ഇല്ലെന്ന് പറയാൻ കഴിയും? കാരണം ധർമ്മസ്ഥലയിലേക്ക് കേരളത്തിൽ നിന്ന് ധാരാളം പിൽഗ്രിംസ് പോകുന്ന കേന്ദ്രമാണ്. ധർമ്മസ്ഥല.
സമ്മതിച്ചു. ആ ധർമ്മസ്ഥലയിൽ ധാരാളം പിൽഗ്രിംസ് പോകുന്ന മലയാളികൾ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അത് വ്യക്തത വരുത്തണം എന്ന് സംസ്ഥാന ഗവൺമെന്റിനോടും മനുഷ്യാവകാശ കമ്മീഷനോടും കർണാടകയിലെ DGP-യോടും പരാതി നിയമപ്രകാരമായി ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? താങ്കൾ ഒരു നിമിഷം ചെയർമാൻ ഒരു നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ചോദിക്കട്ടെ വിനോദ്, നിങ്ങൾ ഇങ്ങനെ ഈ കാളമൂത്രം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. അങ്ങോട്ട് ചോദിക്കട്ടെ. അതായത് താങ്കൾ ഇപ്പൊ എന്താ പറഞ്ഞത്? താങ്കൾ എന്താ പറഞ്ഞത്? സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, അങ്ങനെ ഒരു ചിഹ്നയെ നിങ്ങൾ കൊണ്ടുവന്നു. ആ ചിഹ്നയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തൊക്കെ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടു കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ ദിവസങ്ങളോളം കുഴിച്ചു അല്ലേ? ആ കുഴിച്ചതിൽ നിങ്ങൾക്ക് എത്ര മൃതദേഹങ്ങൾ കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഒന്ന് മാത്രമല്ല, അല്ല, നിങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ ആളല്ലേ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാലോ. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വിവരവും SIT പുറത്തു വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ ആളുകളൊന്നും ആ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നോക്കൂ, ചിന്നയ്യ പറഞ്ഞതിൽ യുവരാജ് ഒരു മിനിറ്റ്, ചിന്നയ്യ പറഞ്ഞതിൽ വാസ്തവമില്ല എന്ന് മനസ്സിലായി. ഒരു മിനിറ്റ്, ചിന്നയ്യ പറഞ്ഞതിൽ വാസ്തവമില്ല എന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് സുജാത ഭട്ടിൻ്റെ മകൾ, ഇല്ലാത്ത മകൾ അനന്യ ഭട്ടിൻ്റെ ആ മൃതദേഹത്തിന് വേണ്ടി അത് വീണ്ടെടുക്കാനുള്ള പോരാട്ടം, അല്ലെങ്കിൽ ഒരു എല്ലിൻ കഷ്ണം, അങ്ങനെയാ പറഞ്ഞ്. അതായത് അവർക്ക് ഹിന്ദു മതാചാര പ്രകാരം അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ശേഷക്രിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയാണ് മനാഫ് പാവം ആ വിഷയം ടേക്കപ്പ് ചെയ്തതാണ് മനാഫ് പറഞ്ഞത്. ഈ ഫ്ലോറിൽ വന്നിരുന്നത്. ഇപ്പൊ മനാഫ് എന്താ പറയുന്നത്? അവർക്ക് വട്ടാണെന്ന്. അപ്പൊ നോക്കൂ, ചിന്നയ്യ പൊളിഞ്ഞു, സുജാത ഭട്ട് പൊളിഞ്ഞു. പിന്നെ നിങ്ങളുടെ സംശയം, നിങ്ങൾ ഉയർത്തിയ സംശയം ഒന്നൊന്നായി അത് പൊട്ടിപ്പാളീസാവല്ലേ? ഇനിയും നിങ്ങളുടെ സംശയം തീർന്നില്ലേ? സംശയം ഇപ്പോഴും അവശേഷിക്കുകയാണോ ശ്രീ വിനോദ്? അത് പറയുന്നതിന് നിങ്ങൾക്ക് കിട്ടിയ സ്വകാര്യ വിവരങ്ങൾ എനിക്ക് വേണ്ട. ഇവിടെ ആധികാരികമായി അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള SIT പറഞ്ഞ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ സ്വകാര്യ വിവരങ്ങൾ എനിക്ക് വേണ്ട. നിങ്ങൾ 13 കൊല്ലം കഴിഞ്ഞിട്ട് പോണ ടീമാണ്, 1.5 മാസം കഴിഞ്ഞിട്ട് വാർത്ത അന്വേഷിച്ച് പോണ ടീമാണ്. അങ്ങനെ കിട്ടിയ വിവരങ്ങൾ എനിക്ക് വേണ്ട. SIT പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടോ? അതെനിക്ക് വേണം. അല്ലാത്തതൊന്നും ഞാൻ ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല. താങ്കൾ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് എനിക്കറിയാം. 13 കൊല്ലം പ്രവർത്തകരാണെന്ന് എനിക്കറിയാം. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന്. സ്വാഭാവികമായി ഒരു മാധ്യമ പ്രവർത്തകൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലരെയും ബന്ധപ്പെടും. ഞങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖവിലക്കെടുത്ത് ഞങ്ങൾ വാർത്ത കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അത്തരം വാർത്തകൾ കിട്ടും. ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ശ്രീ വിനോദ് എന്ന കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് SITക്ക് എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടി? അതിലെത്ര സ്ത്രീകളുടെ, ഈ പറഞ്ഞ നഗ്നമായിട്ടുള്ള മൃതദേഹങ്ങളൊക്കെയാണല്ലോ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയത്. അവർ പിന്നെ എന്താ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടുസാരിയൊക്കെ എടുത്താണല്ലോ പോയത്. അപ്പോൾ അങ്ങനെ പോയ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കിട്ടിയോ എന്ന് സ്വാഭാവികമായിട്ട് എനിക്കും സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് കിട്ടിയ ആധികാരികമായിട്ടുള്ള വിവരം വല്ലതുണ്ടെങ്കിൽ പങ്കുവെക്കാം, ഈ ഫ്ലോറിൽ പങ്കുവെക്കാം. അല്ല, ഞാനിപ്പോ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലോ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിലോ ഉള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇനി എൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷനിലേക്കാണ് വരുന്നത്. ഞാൻ എന്നെ പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ പാർട്ടിയുടെ അഫിലിയേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ അവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. കമന്റും എനിക്ക് പറയാനില്ല. ആക്ഷൻ കമ്മിറ്റി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. അങ്ങനെയും ധാരാളം മാധ്യമപ്രവർത്തകരുണ്ട്. താങ്കളുടെ കയ്യിലുള്ള തെളിവുകൾ, അത് ഞാൻ ചോദിക്കുന്നത്, എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി, അതിൽ എത്ര സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞ പോരെ? ആക്ഷൻ കമ്മിറ്റി കൺവീനർ അതെങ്കിലും അറിയേണ്ടതല്ലേ? ഏറ്റവും ഇതെങ്ങനെയാ എനിക്കറിയാ?
എന്നാ വേണ്ട. ഒരു ഓക്കേ. മാധ്യമങ്ങളെയും എന്നാ പിന്നെ അത് പറഞ്ഞാൽ ഒരാളെയും പോരെ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന്. ആയിരത്തോളം ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നേരത്തെ. ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തകൾ പുറത്തു വരുന്നു. ഇന്നലെ പോലും മിനിയാന്ന് പോലും വാർത്തകൾ പുറത്തു വരുന്നു. ബംഗളഗുട്ടെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹസർ തയ്യാറാക്കാൻ ഈ തലയോട്ടി എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മാവനെയും കൂട്ടി വിട്ടൽ ഗൗഡയെയും കൂട്ടി ഈ SIT ടീം ചെന്ന സമയത്ത് അവിടെ നിന്ന് കുഴിച്ചെടുത്തത് മൾട്ടിപ്പിൾ സ്കെലിട്ടൺസ് ആണെന്ന് കർണാടകയിൽ നിന്ന് വാർത്തകൾ വരുന്നു. എനിക്കറിയില്ല ആ വാർത്തയുടെ ആധികാരികതയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷെ വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതേ അല്ലെന്ന് മാധ്യമ ലോകം എന്ന് പറയുന്നത് വിശാലമാണ് അനിൽജി, താങ്കളോട് പറയേണ്ടതില്ല. പല വാർത്തകളും വരും, പല വിശേഷങ്ങളും വരും. അത് ശരിയേത് തെറ്റേത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിൽ ഇടപെടുന്ന അഭിപ്രായം പറയുന്ന ആളുകൾക്കല്ല. അതിനാണ് നമ്മളൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് ശമ്പളം കൊടുത്ത് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുള്ളത്. അവിടെ പിന്നെ SIT എന്ന് പറയുന്ന ഒരു ടീമിനെ അവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ വാർത്തകൾ വരട്ടെ, കാത്തു നിൽക്കൂ. എന്തിനാണ് നിങ്ങൾക്ക് വ്യഗ്രത? അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ആദ്യ വാർത്ത കൊടുക്കാൻ ആ 1.5 മാസമെങ്കിലും അനിൽജി നിങ്ങൾ ഈ SIT ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ അന്വേഷണം പുരോഗമിക്കുമ്പോ അവർ 1.5 മാസമെങ്കിലും അനിൽജി കാത്തു നിൽക്കണ്ടേ? 4 പതിറ്റാണ്ട് കൊണ്ട് നടന്ന കേസല്ലേ? അത് 4 ദിവസം കൊണ്ട് തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് കടുത്ത കാര്യമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അവർക്ക് 90 ദിവസം അനുവദിക്കൂ, അവര് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഇനിയൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ വരും. അതുകൊണ്ട് കയ്യിൽ തെളിവുണ്ടെങ്കിൽ തെളിവുണ്ടെന്ന് പറയുക, അല്ലാതെ വിടുവായത്തത്തിലേക്ക് പോവാതിരിക്കുക. യെസ്. അല്ല, എനിക്ക് അതിനകത്ത് അദ്ദേഹത്തോട് 2-3 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിക്കുന്നത് 90 ദിവസത്തെ സമയമുണ്ട് SITക്ക്, പിന്നെ എന്തിനാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ജൂലൈ 3-ാം തീയതി അങ്ങോട്ട് പോയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. 90 ദിവസത്തെ സമയമില്ലേ? അപ്പോൾ പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇപ്പോൾ ആദ്യമേ പോകുന്നത്? ഇപ്പോൾ ചർച്ച നടത്താൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാ ആദ്യം പോകാതിരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ആശങ്കപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്ന്, അന്ന് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡെക്കോറത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഡെക്കോറത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായത്, മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചർച്ചാ ഫ്ലോറിലില്ല. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നത് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് തിരിച്ച് ഞാൻ പറഞ്ഞ കാര്യം, മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് SIT 3 ദിവസം വിളിച്ച് ചോദ്യം ചെയ്ത ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിൻ്റെ മാറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് അല്ലാത്ത ഡെക്കോറം അന്വേഷിച്ച് പോകേണ്ടതില്ല എന്നാണ്. അത് അദ്ദേഹത്തോടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് ഞാൻ വേറെ ആർക്കോ ക്ലാസ് എടുക്കാൻ പോയി എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണ് എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതെനിക്ക് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലാവുന്നുണ്ട്. ഇനി അങ്ങ് ഇവിടെ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് ഈ സൗജന്യ മർഡർ കേസ്, സൗജന്യയുടെ വീട്ടിൽ വിജയേന്ദ്ര പോകുന്ന സാഹചര്യം ഉണ്ടായി. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സൗജന്യ മർഡർ കേസിലെ ആക്ഷൻ കമ്മിറ്റിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം? എനിക്ക് മനസ്സിലായില്ല. സൗജന്യം എന്താ ധർമ്മസ്ഥലയിൽ കൊണ്ടുവന്ന് ആരും കാണാതെ കുഴിച്ചിട്ടു എന്നുള്ളതാണോ കേസ്? ഈ കേസുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ വളച്ചൊടിച്ച് കാര്യങ്ങൾ അല്ലല്ല, അടങ്ങിയിരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പബ്ലിക്കിനോട് പറയാൻ എനിക്കറിയാം. മനസ്സിലായില്ലേ? എൻ്റെ സഭയുണ്ട്, എനിക്കറിയാം. കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ എനിക്കറിയാം. 2012 ഒക്ടോബറിൽ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലുകയും ആ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ഷാള് വെച്ച് കെട്ടി ഒരു മരത്തിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കേസിൽ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു പ്രതിയെ പിടികൂടി. 2013 ഈ കേസ് CBIക്ക് വിട്ടു. 2013 ശേഷം CBI ആണ് ആ കേസ് അന്വേഷിക്കുന്നത്. 2023 CBI കോടതി ഈ പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു. ഞാൻ ആ കേസ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയും കുറച്ച് നാളുകൾക്ക് മുമ്പ് 6 വയസ്സുള്ള ഒരു കുട്ടിയെ അയൽക്കാരൻ ബലാത്സംഗം ചെയ്തു എന്നുള്ള DYFI കാരനായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവുകയും കോടതിയിലെത്തിയപ്പോൾ പോലീസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തെളിവുകൾ സ്റ്റാൻഡ് ചെയ്യാത്തത് കൊണ്ട് ആ പർട്ടിക്കുലർ വ്യക്തിയെ വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ റേപ്പ് തെളിയിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാവേണ്ടുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള പല എവിഡൻസുകളുടെയും കുറവ് കൊണ്ടാണ് വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പോലീസ് വളരെ സോഫ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് മാത്രം ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിലെ ഗോൾഡൻ അവേഴ്സ് മിസ്സാകുന്നത് കൊണ്ട് പല പ്രതികളും അത്തരത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകലുണ്ട്.
ഈ സൗജന്യ കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കേസാണ്. പ്രതിയെ പിടികൂടി, പക്ഷെ ആ പ്രതിയെ കൺവിക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എവിഡൻസ് അവസാനം കോടതിയിലില്ല. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, കോടതിയിൽ സത്യമല്ല തെളിയിക്കേണ്ടത്, കുറ്റമാണെന്ന്. കുറ്റം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുപോയി. 2023 ആ കേസിന്റെ വിധി വന്നു, അയാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എല്ലാവർക്കും അമർഷമുണ്ട്. കേരളത്തിൽ ഇതുപോലൊരു കേസ് ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രമാത്രം ആത്മരോഷമുണ്ടായോ, ഇതുപോലൊരു ആത്മരോഷം തീർച്ചയായിട്ടും കർണാടകത്തിലുള്ള പബ്ലിക്കിനും ഉണ്ട്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇത് ധർമ്മസ്ഥലയല്ല, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേസിനെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കർണാടകത്തിൽ അതിനുശേഷം 2 or 3 സർക്കാരുകൾ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി, CBI ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കേസ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെ എടുത്ത് കണക്ട് ചെയ്ത് ഇതിനകത്തുകൊണ്ട് വെക്കുമ്പോൾ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താ കരുതുക എന്നറിയാമോ? അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശവും. അതായത് ഇത് ആ സമയത്ത് സൗജന്യ എന്ന് പറഞ്ഞ് വേറൊരു കേസ്, അനന്യ ഭട്ട് മാത്രമല്ല വേറൊരു കേസ് വന്നിട്ടുണ്ട്, അതുണ്ട്. ഇതൊക്കെ ഓൾറെഡി പോലീസ് FIR ഇട്ട് അന്വേഷിച്ച് പോലീസ് CBI അന്വേഷിച്ചതാന്നേ. ആ പോലീസിന്റെ തുടക്ക സമയത്തിലുള്ള, ഇപ്പം അത് ആര് ഭരിച്ചു എന്നുള്ളതല്ല വിഷയം, പോലീസിന്റെ തുടക്ക സമയത്തിലുള്ള മെല്ലെ പോക്ക് കാരണം അവിടെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവിടെ ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല, അയാൾക്ക് 2 or 3 സഹായികൾ കൂടി ഉണ്ട് എന്നുള്ളതായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്ന ഒരു നിഗമനം. ആ സഹായികളിലേക്ക് അന്വേഷണം പോവുകയോ അതിലേക്ക് കാര്യങ്ങൾ എത്തുകയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ സന്തോഷ് റാവു ഉൾപ്പെടെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു തലത്തിൽ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് ചുമ്മാ വായ്ത്താള അടിക്കാനുള്ള കഴിവുണ്ട്, ചുമ്മാ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ചർച്ച അലമ്പാക്കി ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ആൾക്കാരുടെ മുഴുവൻ അറ്റൻഷനും വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ഇതാണ് എനിക്ക് ആ കേസിനെ കുറിച്ചിട്ട്, സൗജന്യ കേസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. കാരണം ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും ധാരണയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ പോയിട്ട് ഒരു ഭരണകക്ഷിയുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരോട് മാപ്പ് പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BJPയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് ഇവിടെ വന്നിരുന്നിട്ട് ഈ ധർമ്മസ്ഥലയിൽ ഇവിടെ നിങ്ങളും മനാഫും കൂടെ തള്ളിക്കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ടയില്ല വെടി പൊട്ടിപ്പോയതിൻ്റെ ആവേശത്തിൽ വന്നിരുന്ന് കൂവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് അങ്ങയോട് ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അങ്ങയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അങ്ങ് പറഞ്ഞു ഇപ്പൊ 2016 മുതൽ 2022 വരെ ഏതാണ്ട് 6000-ഓളം സ്ത്രീകൾ തിരിച്ചു വന്നിട്ടില്ല, ഇവിടെ നിന്ന് മിസ്സായി പോയത്. ഇവരെ എല്ലാവരെയും കൂടെ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ ധർമ്മസ്ഥലയിലേക്ക് പോയത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വല്ലാത്തൊരു ശുഷ്കാന്തിയാണല്ലോ. ഇവരെ എല്ലാവരുടെയും കൂടെ മൃതദേഹം അന്വേഷിച്ച് നിങ്ങൾ ഒരൊറ്റ ധർമ്മസ്ഥലയിലേക്ക് പോയിന്ന്. ഇനി SIT എന്ത് കണ്ടെത്തി എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. SIT കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇത് 2 ദിവസം മുമ്പത്തെ ഇന്ത്യ ടുഡേ വാർത്തയാണ് കേട്ടോ, ഒരുപാട് കാലം മുമ്പത്തെ ഒന്നുമല്ല. 2 ദിവസം മുമ്പ് ഇന്ത്യ ടുഡേ, അതായത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് അവര് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് പെർജറിക്കും ഫോർജറിക്കും ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസിനും ചിന്നയ്യ എന്ന് പറയുന്ന നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നത് SIT ആണ്, ഞാനൊന്നും അല്ല പറയുന്നത്. ഈ ചിന്നയ്യക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അയാൾ ഈ പറയുന്ന ഇത്രയും സ്ഥലത്ത് ഞാൻ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുകയും അവിടെ നിന്നൊരു സാരിത്തുമ്പ് പോലും മര്യാദയ്ക്ക് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അയാളെ കുറിച്ച് അന്വേഷിക്കുകയും അയാൾ ഈ കേസിന് ബലം കിട്ടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന തലയോട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു സ്ത്രീയുടെ തലയോട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്, ഒരു സ്ത്രീയുടെ തലയോട്ടിയാണ് ഇതെന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. ഒടുവിൽ പരിശോധനയിൽ അതൊരു പുരുഷന്റെ തലയോട്ടിയാണെന്ന് തെളിയുകയും ഇത്തരത്തിലുള്ള മുഴുവൻ കുഴപ്പങ്ങളും ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലായപ്പോഴുമാണ് SIT ഈ തരത്തിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ 10, 16, 17 സൈറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ 16, 17 സൈറ്റുകളിൽ നിന്നും കൃത്യമായിട്ട് എവിഡൻസ് എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ദുരൂഹമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഭവിച്ചതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചർച്ചയുടെ തന്നെ ആവശ്യമേ ഉണ്ടാകില്ലായിരുന്നു. കാരണം അവിടെ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി SIT എന്താ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്.
SIT നിങ്ങളോട് എന്താ വന്നതെന്ന് പറഞ്ഞു തരേണ്ടത്? അവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അറിയാവുന്നതല്ലേ? ഇത്രയധികം മാധ്യമങ്ങൾ, ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ? ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ? ഈ പറയുന്ന സൈറ്റിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. 2-3 സൈറ്റുകളിൽ നിന്ന് ഒരാളുടെ ഒരു സ്കെൽട്ടന്റെ തന്നെ പല ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2-3 സൈറ്റുകളിൽ നിന്ന് ഒരു സ്കെൽട്ടന്റെ തന്നെ പല ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ തന്നെ, ആ വ്യക്തി എന്ന് പറയുന്ന ഒരു പുരുഷനാണെന്നുള്ള കാര്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയധികം സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എവിഡൻസും തരാനില്ലാതാവുമ്പോൾ SIT ഒന്നും പറഞ്ഞില്ലല്ലോ. SIT ഇനി എന്താന്ന് പറയേണ്ടത് നിങ്ങളോട്? ഇനി ഉരുട്ടി വാക്കകത്ത് വെച്ച് കൊമ്പിട്ട് കുത്തി വെള്ളവും കൂടെ ഒഴിച്ചു തന്നാൽ മാത്രമേ മനസ്സിലാകാൻ പറ്റൂ എന്നുള്ള തലത്തിലല്ല ഇന്ത്യയിലെ പബ്ലിക് നിൽക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നേ. ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് 10 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നിട്ട് സുജാത ഭട്ട് എന്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞ ആള് ഇന്ന് കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് നിന്നിട്ട് സുജാത ഭട്ടിന് വട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. 10 ദിവസം കൂടെ കഴിഞ്ഞോട്ടെ ഇതേ പുള്ളിക്കാരൻ തനിക്ക് വട്ടാണെന്ന് പറഞ്ഞോടും. ഒരു സംശയം ഉണ്ടാവണ്ട. എനിക്ക് വട്ടാണ് എന്നും പറഞ്ഞ് തനിയെ എഴുന്നേറ്റ് കോഴിക്കോട് അങ്ങാടി കൂടെ ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ വേറെ എങ്ങനെയാന്ന് രക്ഷപ്പെടുക? ഇത് മുഴുവൻ ഞാനാണ് ചെയ്തത്, എൻ്റെ അണ്ടറിലാണ് മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, എന്നെ ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് ഇത് ശരിയാവുക? കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്താ ഇത് ചുമ്മാ ഈ നാട്ടിലിറങ്ങി നിന്ന് ആർക്കെതിരെ നട്ടാക്കുരുക്കാത്ത എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുക. ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ അതിന്റെ പുറകെ ആൾക്കാരങ്ങ് പൊയ്ക്കോളണമെന്ന് തിട്ടൂര് ഇറങ്ങുക. അത് പോവാതെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുമ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾ അന്ന് അത് ചർച്ച ചെയ്തില്ലല്ലോ, ഇന്നിതെന്താ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോ ചർച്ച ചെയ്യേണ്ട ഇതിന് 90 ദിവസം കഴിഞ്ഞ് ചർച്ച ചെയ്താൽ മതി എന്ന് പറയുക. എന്താ ഇത്? നിങ്ങളെന്താ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മൊത്തം പൊട്ടന്മാരാണെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും മനാഫ് ഓടുന്ന സമയത്ത് വിനോദിനും വട്ടായിരുന്നു എന്ന് പറയാതിരുന്നാൽ മതി. മനാഫിൽ നിന്ന് അതും പ്രതീക്ഷിക്കാം, അതിലപ്പുറം പ്രതീക്ഷിക്കാം. യെസ്, ശ്രീചന്ദ്രൻ, കേരളത്തിൽ നിന്ന് മലയാളി അംഗന്മാരൊക്കെ ഇതാ റേപ്പ് ചെയ്തോ എന്ന് അങ്ങനെ എന്താ പറയേണ്ടത്, അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ധർമ്മസ്ഥലയിൽ വന്നത് എന്ന രീതിയിലാണ് ശ്രീ വിനോദ് മേക്കോത്ത് ഇവിടെ അവതരിപ്പിച്ചത്. കേരളത്തിൽ നിന്ന് കാണാതായവർ അടക്കം ധർമ്മസ്ഥലയിൽ റേപ്പിന് വിധേയമായി ബലാത്സംഗത്തിന് ഇരകളായി കൊല ചെയ്യപ്പെട്ടു. താങ്കൾ എത്രയോ വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ആശങ്ക ധർമ്മസ്ഥലയിൽ ഉള്ളവർക്ക് ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല. ധർമ്മസ്ഥലത്ത് ഇപ്പൊ നേരത്തെ ഇവര് പറഞ്ഞു, ചിന്നയ്യം പറഞ്ഞു വെളുത്ത സാരി ഉടുത്തിട്ട് അവിടെയൊക്കെ ശവങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഈ വെളുത്ത സാരി ഉടുത്തു അങ്ങനത്തെ കഥകൾ ഈ ചിന്നയ്യം എന്ന് പറയുന്നവനെ അങ്ങനെ പറയാനേ അറിയത്തില്ല. പക്ഷെ അവന്റെ തലയോട്ടിയിലേക്ക് ഇപ്പൊ ഒരു തലയോട്ടി ഇവര് കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇവന്റെ തലയോട്ടിയിലേക്ക് ഈ ഷഡ്യന്ത്രം നടത്തുന്ന അങ്ങനത്തെ ഈ ഒരു ബാച്ച് ആക്ച്വലി എന്ന് പറഞ്ഞാൽ മനാപ്പാന്റെ ബാച്ച് എന്ന് തന്നെ പറയാം. അപ്പൊ അവര് ഇവന്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇങ്ങനെ പറയണം, ഇതുപോലെ പറയണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ടായിട്ടില്ല ഇങ്ങനത്തെ യൂട്യൂബേഴ്സോടെല്ലാം അവര് ആദ്യ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട് അവർ വിട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. അഥവാ ഒരു വെള്ളസാരി കൊടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് ഇല്ലേ, സ്റ്റേഷൻ ഇല്ലേ, കോർട്ടില്ലേ? അല്ല ഇത് നമ്മളെ ഇന്ത്യ അല്ലേ? ധർമ്മസ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാ രീതിയിലും എല്ലായിടത്തും പോലീസ് ഉണ്ട്, ഇവിടെ പഞ്ചായത്ത് ഉണ്ട്, എല്ലാ തീരുമാനങ്ങളും ആ ചുറ്റുവട്ടത്തൊന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. 10-12 കിലോമീറ്റർ അപ്പുറത്ത്, അതും മനാഫാണ് ഇവിടെ വന്നിരുന്ന് പറഞ്ഞത്, 10-12 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമേ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും പരാതി കൊടുക്കാതിരുന്നു. 12 കിലോമീറ്റർ ദൂരമില്ലത് താലൂക്ക് ഹെഡ് പോലീസ് സ്റ്റേഷനാണ്. പക്ഷെ ധർമ്മസ്ഥലം ഗ്രാമമായ അടുത്ത് നല്ലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അത് ഇപ്പൊ കുറച്ച് വലിപ്പമായിട്ടുണ്ട്, അന്ന് കുറച്ച് ചെറുപ്പമായിട്ടുണ്ട്. അതിന് പോലീസ് സ്റ്റേഷൻ എല്ലാ കാലത്തും ഇല്ലതാണ് ധർമ്മസ്ഥലത്ത്. ഒരുപാട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ അവിടെ ഒരു പോലീസോ 2 പോലീസോ ഇല്ലവര് ഒരു ഔട്ട് പോസ്റ്റ് അന്നും ഉണ്ട്. ആകസ്മികമായി പുഴയിൽ ആരെങ്കിലും വീണ് മരിച്ചാൽ അന്നേരം ആദ്യമായി പോയി ചെല്ലുന്നത് ധർമ്മസ്ഥലത്തിന്റെ ഒരു സ്റ്റാഫും ഈ പോലീസുമാണ്. ഇവരതിനെ അങ്ങനെ എടുത്ത് അവർക്ക് അഡ്രസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിന് അയച്ചു കൊടുക്കുക. അല്ല അഡ്രസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അധികാരികൾ, അതായത് ഡോക്ടേഴ്സ്, പോലീസ്, ഇവരെല്ലാം തീരുമാനിച്ച് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന് ഉത്തരയില്ല, അഡ്രസ്സേ ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസം അതിന് വേണ്ടുന്ന ഏത് ചെയ്യും പ്രൊസീജിയർ പ്രകാരം അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടുകയാണ്. അത് കത്തിക്കലല്ല. ധർമ്മസ്ഥലത്ത് അങ്ങനത്തെ ഒന്നും ചെയ്യില്ല, കത്തിക്കുന്നത് അങ്ങനത്തെ ഒന്നും പതിവില്ല, ചെയ്യുകയാണ്. അത് അങ്ങനത്തെ ആകസ്മികമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നേത്രാവതി പുഴയിൽ വേറെ സ്ഥലത്തുനിന്ന് ബോഡികൾ വരാനുള്ള സാധ്യത ഉണ്ട്. പറഞ്ഞാൽ നേത്രാവതി പുഴ ഭയങ്കര വിസ്താരമായ പുഴയാണ്.
വേറെ നാട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ ഒരു വേലി കഷ്ണം ഉണ്ടെങ്കിൽ അതിൽ ഈ ചീഞ്ഞ് നാറിയ പൊടിയായ എല്ല് കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും അത് അവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഇതുപോലെ ശുചീകരണ തൊഴിലാളി അവൻ ഒരുത്തൻ മാത്രമല്ല അവിടെ ശുചീകരണ തൊഴിലാളി. ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഒരുത്തൻ മാത്രമല്ല, അവിടെ ഒരുപാട് ആൾ തൊഴിലാളികളുണ്ട് ആ ധർമ്മസ്ഥലത്ത്. ഒരുപാട് ആൾ നേത്രാവതി പുഴയുടെ ക്ലീൻ ആക്കാനും ആളുണ്ട്. അപ്പോൾ അവരെടുത്തിട്ടാൽ അതിന് വേണ്ടുന്ന പ്രൊസീജിയർ പ്രകാരം അതിനാടെ ഇത് എടുക്കുക. അതിന് അഡ്രസ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവരെ വ്യക്തികൾ അവരെ കൂടെ വന്നവരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. അതുകൊണ്ട് അവിടെ മരിച്ചതെല്ലാം അവിടെ തന്നെ കുഴിച്ചിടുക, അവിടെ തന്നെ കത്തിക്കുക, അങ്ങനത്തെ ഒരു ചരിത്രയും ധർമ്മസ്ഥലത്തില്ല. എവിടെയെങ്കിലും അപരൂപമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ഇല്ലെങ്കിൽ അത് വേണ്ട, ധർമ്മസ്ഥലത്ത് വന്ന് കാണാമല്ലോ. ഇപ്പോഴും കാസർഗോഡ് ജില്ലയിൽ ചെറുക്കളത്തുനിന്ന് ഒരു വ്യക്തി ഒരു വയസ്സായിട്ട് 88 വയസ്സായി 3-4 കൊല്ലം ഇങ്ങനെ അലയാണ്. അവിടെ ഭക്ഷണം കിട്ടും, ചെലവിന് ഈ കുറച്ച് കാശും കിട്ടും, ഇങ്ങനെ നടന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആധാരമില്ല, ഒരു കാർഡും ഇല്ല, എന്നാലും ജീവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വന്നവർക്ക് എപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളും ചെറിയ കൈച്ചെലവിന് പൈസകൾ അവിടെ കിട്ടുന്ന ക്ഷേത്രമാണത്. വെറും സാധാരണ ഇങ്ങനെ പറയുന്ന ഇവരൊക്കെ ഈ കഥകൾ സൃഷ്ടിച്ച അങ്ങനത്തെ ധർമ്മസ്ഥലമല്ല. ധർമ്മസ്ഥലത്ത് പിന്നെ ഇപ്പൊ ഈ ഞാൻ പറയുന്ന പ്രകാരം എന്താന്ന് പറഞ്ഞാൽ ഈ ചിന്നയ്യൻ ഈ തലയോട്ടിയുടെ കേസ് ഇപ്പൊ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇവര് തന്നെ സൃഷ്ടിച്ച ഒരു കഥകളാണ്. തലയോട്ടി കൊണ്ടിരിക്കുക, ധർമ്മസ്ഥലത്തിന് വിപ്ലവം ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും 1-2 അവരെ ഒരു ഉദാഹരണം അത്രയാണ്. ഈ നേത്രാവതി ഏത് പരിസരത്ത് കളിച്ചാലും അവന് കുറച്ച് അറിയാലോ, ഒരു 10 കൊല്ലം പണിയെടുത്തവനല്ലേ. പക്ഷെ അവൻ കുഴിച്ചാൽ ഏതെങ്കിലും 1-2 കിട്ടും. പിന്നെ ഏതെങ്കിലും പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും മരിച്ച സ്ത്രീ ശവങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇവർക്ക് ഈ അനന്യ എന്നില്ലേ ഒരു പേര് ഇട്ടിട്ടുണ്ടല്ലോ, അനന്യ. ഈ അനന്യയുടെ പേര് ഒരു ഭയങ്കരമായി കൊണ്ടാടാൻ വേണ്ടിയിട്ടില്ലേ. എങ്ങനെയും ഈ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ പറയാതിരിക്കാൻ പാടില്ല. സൗജന്യ സംഘത്തിനെ 13 കൊല്ലമായിട്ടും അതിനെ ജീവന്തമായി വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ എന്നൊരു ജസ്റ്റിസ് അനന്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാഢമായ ഒരു ഗൂഢാലോചനയാണ് ഇവർ ചെയ്തിട്ടുള്ളതിൽ വേറൊരു സംശയമില്ല. അതുകൊണ്ട് നേത്രാവതിയിൽ അങ്ങനത്തെ കൊലപാതകം പിന്നെ ഇങ്ങനെ ഈ ബലാത്സംഗങ്ങള് അത് ഈ നേത്രാവതി പരിസരത്ത് നേത്രാവതിയിലെ ആ നദിയുടെ അടുത്തൊന്നുമില്ല. പക്ഷെ പറയൂ ശ്രീ ചന്ദ്രൻ, ഈ സൗജന്യ കൊലക്കേസിൽ എന്തോ പുതിയ തുമ്പ് കിട്ടി എന്ന രീതിയിലാണ് ഇപ്പൊ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് വിനോദ്. ഇല്ല ഈ ഞാൻ ഒന്ന് പറയാം. ഇപ്പോ ഈ കേരളത്തിന്റെ ശരീര സംഗതി പറഞ്ഞു, അത് ചിന്നയുടെ തലയോട്ടിൽ ഇവര് വെട്ടിവെച്ചത് എന്തിനെ പറഞ്ഞാൽ കേരളത്തിന്റെ ജനങ്ങൾ കുറച്ച് അലർട്ട് ആകട്ടെ എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ വെള്ളശാരി. അപ്പൊ ഈ ചിന്ന എന്ന് പറയുന്ന അനാമികനല്ലേ, ഭീമനല്ലേ, അവൻ പറയും ഞാൻ ഒരുപാട് സാരികൾ കണ്ടു, ഒരുപാട് സ്ത്രീകൾ കണ്ടു. അപ്പൊ കേരളത്തിൽ ആരോ എന്തോ ചെയ്തിട്ടുള്ളതെല്ലാം ഈ പാപം ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ തലക്കെടുത്ത് വെക്കാമായിരുന്നു അവരുടെ ഉദ്ദേശം. അത് ആവൂല. അതിപ്പോ ഈ മനാഫേനെ അത്ര തന്നെ, മനാഫേനെ ഈ കർണാടക എപ്പോഴും മറക്കൂല, കർണാടക മറക്കുമെന്ന് ഉദ്ദേശിക്കണ്ട. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിൽ നിന്ന് പഠിച്ചിട്ട് നടന്നിട്ട് വരികയാണ്. അത് നേത്രാവതിയിലാണ്. ധർമ്മസ്ഥലം ഒരുപാട് വിസ്താരമായ വലിയ ഗ്രാമമാണ്. ധർമ്മസ്ഥലമായിട്ട് നേത്രാവതി ആയിട്ട് 3.5 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. അപ്പോ ഇത് നടന്നുകൊണ്ട് വരുമ്പോ ഒരു ഈ സന്തോഷ് റാവു അതാ പ്രതി കിട്ടിയതാണ്. അവ അന്ന് ചെയ്തു, കാട്ടിന്റെ ഉള്ളിലാണ് ഈ ശവം ഉണ്ടായത്. പക്ഷെ പിറ്റേന്ന് രാവിലെയാണ് ഒരുപാട് ആൾക്കാർ പോയത് ആ കാട്ടിന്റെ ഉള്ളിലേക്ക്. എന്റെ ഭാര്യയും കൂടി പോയിട്ടുണ്ട്. എന്റെ ഭാര്യയും കൂടെ പിറ്റന്നാൾ എല്ലാ ജനങ്ങളും കൂടെ അവളും പോയിട്ട് ആ ശവത്തിനെ നോക്കിയിട്ടുണ്ട്. അന്നേരം അതേ കുട്ടിയുടെ വല്ലിച്ചൻ ബാലുഗൌഡ എന്ന് പറയുന്ന ആള് എന്റെ ഭാര്യയുടെ മുമ്പിൽ മാത്രമല്ല കുറെ ആളെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രി നമ്മൾ ഇതിലൊന്നും വന്നിട്ടില്ല, നമ്മൾ കുറച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കെ കൂട്ടിയിട്ടല്ല പോയത് ഇല്ലെന്നുള്ളത് അദ്ദേഹത്തിന്റെ വായിൽ തന്നെ വന്നിട്ടുണ്ട് അന്നത്തെ വാക്ക്. ഇത് 2012 നടന്ന സംഭവം. എന്നിട്ട് ഈ ബോഡി പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ എത്രയും വേഗം ഇതിനെ കൊണ്ടുവരാനില്ല. അതേ വീട്ടുകാരുടെ ശ്രമമാണ്. എന്താ പറഞ്ഞാൽ ഏതൊരു വീട്ടിലും ഇതുപോലെ സംഗതി കഴിഞ്ഞാൽ 24-48 മണിക്കൂർ കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഈ ബോഡി വിട്ട് കിട്ടിയാൽ ഇതിന് അന്ത്യക്രമം ചെയ്യണമല്ലോ എന്നില്ല ഭാവനാർത്ഥങ്ങൾ ആരെ വീട്ടിലും വരുന്നതാണത്. അതുപോലെ അവരെ വീട്ടിലും വന്നിട്ടുണ്ട്. അവരതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാമ്പിളെല്ലാം എടുത്തിട്ട് അവിടെ ഡോക്ടർമാർക്ക് വിട്ടൊന്ന് വന്നിട്ടുണ്ട്. അവരതിനെ കത്തിച്ച് കളഞ്ഞ് അവരെ വീട്ടിൽ ചെയ്യുന്ന ക്രമപ്രകാരം ചെയ്തു. ഇത് 2012 നടന്ന സംഭവം. പക്ഷെ 2012 ഏറ്റവും ലാസ്റ്റില് അവിടത്തേക്ക് പണ്ടത്തെ പൈസയുടെ മന്ത്രി ജനാർദ്ദന പൂജാരി. അപ്പൊ ജനാർദ്ദന പൂജാരി അയാൾക്ക് നല്ലൊരു പേരാണ്, ബടവര ബന്ധു എന്നുള്ള പേരിലെ വ്യക്തി ഇവരെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഇങ്ങനെ ആയത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും അനുമാനമോ ഡൗട്ടോ ഉണ്ടോ? അന്നേരം ഇവര് പറഞ്ഞ വാക്കാന്നില്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ രീതിയിലും സഹായങ്ങളും ഇത് കാനൂന് പ്രകാരമായിട്ട് ധനമായിട്ട് എല്ലാ രീതിയിലും സഹായം ചെയ്യുന്ന ക്ഷേത്രമാണ് നമ്മളെ ധർമ്മസ്ഥല ക്ഷേത്രം. പൂജനീയ വ്യക്തി വീരേന്ദ്ര ഹെഗ്ഡെജി നമുക്ക് എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട്. പോലീസിന് ആദ്യം ഫോൺ ആക്കിയിട്ടുണ്ട്. എല്ലാ രീതിയിലും തനിക്ക് ചെയ്യാൻ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഡൗട്ട് നമുക്കില്ല. അന്നേരം ജനാർദ്ദന പൂജാരി 1 ലക്ഷം രൂപ പരിഹാരമായി കോൺഗ്രസ് ഫണ്ടിൽ നിന്ന് അയാൾ കൊടുക്കുന്നു.
അയാൾ പോകുന്നു. ഇത് 2012 നടന്ന് കഴിഞ്ഞു അന്നേരം 2 days ഇത് നടന്നിട്ട് 2-ാം ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സന്തോഷ് റാവിനെ പിടികിട്ടുന്നു. Yes. പോലീസുകാർ കൊണ്ടുപോയിട്ടാകുമ്പോ അവന്റെ എല്ലാ സ്റ്റേഷനിലും അവൻ തന്നെ അപരാധി തന്നെ ആയിട്ടുണ്ട്. അവൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 6 കൊല്ലം ജയിലിൽ ഉണ്ടായവനാ. ഇവര് വീണ്ടും 2013 വേറെ ആംഗിളിൽ ഇവര് പോയി. അന്നേരം വീരേന്ദ്ര ഹെഗ്ഡെജിയായ ആ പുണ്യവാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ഏത് ആംഗിളിൽ വേണമെങ്കിൽ തനിക്ക് ചെയ്തോ, ആര് വേണമെങ്കിലും CBIയോ CIDയോ അല്ല പോലീസ് ഉന്നത സ്ഥാനമാനോ ഏത് ചെയ്താലും നമ്മളെ ക്ഷേത്രത്തിൽ നിന്ന് ഏതൊരു അഭ്യന്തരമില്ല. സത്യമാണ് പുറത്തു വരേണ്ടത്. സത്യം തന്നെ വന്നോട്ടെ എന്നുള്ളത് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് പരമപൂജ്യനായ വീരേന്ദ്ര ഹെഗ്ഡെജി. പിന്നൊന്ന് പറയാ എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ കഥകളാണ് ഇപ്പൊ കാണുന്നില്ലേ. ഇവര് ഈ സൗജന്യനെ വെച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ വേറെ കഥകൾ ഉണ്ടാക്കാൻ നോക്കുന്നത് എത്ര വലിയ തെറ്റെന്നില്ല അറിയുന്നില്ലേ. ഇത്രയും ജനങ്ങൾക്ക് ഇല്ല. ഈ മനാഫ പറയുന്നുണ്ട് ഞാൻ കർണാടകയിൽ തന്നെ ഉണ്ടായവനാണ്, എനിക്കെല്ലാം അറിയുന്നത്. അപ്പൊ ഇവൻ ഈ ധർമ്മസ്ഥലത്ത് ഇത്ര 1000 ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇത്ര പേർക്ക് ധനസഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം ആ വീരേന്ദ്ര ഹെഗ്ഡെജി സുഖജീവിയല്ല. അയാൾ ഒരുപാട് ആഭരണം ധരിക്കുന്നില്ല, അല്ല വലിയ സ്വന്തം ഹെലികോപ്റ്റർ വിമാനം എടുത്തിട്ട് പോകുന്നില്ല. സിമ്പിൾ ഒരു അംബാസഡർ കാറിലാണ് അയാൾ പോകുന്നത്. അയാൾ ഇവിടുത്തെ ഒരു 5 ദൈവത്തിന്റെ പ്രതിനിധിയാണ് വിശ്വാസികൾക്ക്. വിശ്വാസം ഇല്ലാത്തവർക്ക് അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ വിശ്വാസികൾക്ക് കുമാരസ്വാമി, കാളറാവു, കളർക്കായ്, കന്യാകുമാരി, അണ്ണപ്പ സ്വാമി എന്ന് പറയുന്ന ഈ 5 ദേവതകളെ ഒരു പ്രതിനിധിയാണ്. ഇവിടുത്തെ ദോഷങ്ങൾ, ശാപങ്ങൾ 7 തലമുറ വരെ വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് ധർമ്മസ്ഥലത്തേക്ക് 2 വിചാരിച്ചവർക്ക് ഒരു ശിക്ഷയാണത്. അത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പൊ ഏത് കാരണത്തോന്ന് പറയല, ധർമ്മം തലയിൽ കാക്കും. വിനോദ, മനാഫും താങ്കളും തമ്മിലുള്ള അടുപ്പം എങ്ങനെയാ? ഈ ഒരു വിഷയം വന്നപ്പോൾ സമാന ചിന്താഗതിക്കാരായതുകൊണ്ട്, ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് ഒന്നിച്ചതാണോ? ഒരുമിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാം അങ്ങനെ തീരുമാനിച്ച് ഇറങ്ങിയതാണോ? ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അതൊന്നും ഇതിലെ വിഷയമല്ല. ഇവിടെ ഇപ്പോൾ യുവരാജ് ഗോകുൽ പറഞ്ഞു ഞാൻ ഈ സൗജന്യ കേസിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഞാൻ പറയാം എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് പറയണേ, സമയമില്ല. വിട്ടൽ ഗൗഡ എന്ന് പറയുന്ന ഒരാൾ സൗജന്യയുടെ അമ്മാവനാണ്. അത് തീർക്കാണ്. വിട്ടൽ ഗൗഡ സൗജന്യയുടെ അമ്മാവനാണ്. കഴിഞ്ഞ ദിവസം ഈ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി ബംഗളഗുട്ട എന്ന് പറയുന്ന കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് മൾട്ടിപ്പിൾ സ്കെൽട്ടൺസ് ആണെന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ വാർത്ത വരുന്നു. എന്താ അത് ഉപയോഗിച്ച പ്രയോഗം എന്നറിയോ? ലൈക്ക് ദ സൈറ്റ് ഓഫ് എ ബാറ്റിൽ ഫീൽഡ് എന്നുള്ള രീതിയിലാണ് അവിടെ ഈ പറയുന്ന അസ്ഥികൂടങ്ങളുള്ളത്. പലതും മണ്ണിട്ട് മൂടുക പോലും ചെയ്യാതെ കിടക്കുന്നു എന്നാണ് വാർത്തയിൽ വരുന്നത്. അതൊക്കെ വെളിവാകേണ്ട കാര്യമാണ്. ഞാനൊരു മാധ്യമത്തിൽ വന്ന വാർത്ത ഇവിടെ കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞു, എങ്ങനെയാണ് ഈ പറയുന്ന പിന്നെ സൗജന്യയുടെ കേസ് ധർമ്മസ്ഥലയുമായി റിലേറ്റഡ് ആവുന്നു എന്നുള്ളൊരു സംശയമാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് സ്വാഭാവികം. ഞാൻ ചോദിക്കുന്ന യുവരാജ് ഗോകുൽ ഇന്ന് ചോദിക്കാവുന്ന ഏറ്റവും മികച്ച ചോദ്യമാണത്. ഉദയ് ജെയിൻ, അതിന് ഞാനൊരു ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി പറയാം. ഉദയ് ജെയിൻ എന്ന് പറയുന്ന ഒരു വിക്കുള്ള മനുഷ്യൻ എന്തിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയോട് എനിക്ക് ദയാവധം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചത് എന്നുകൂടി യുവരാജ് ഗോകുൽ പഠിക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സൗജന്യയെ കൊലപ്പെടുത്തിയ, ഇവിടെ പറഞ്ഞല്ലോ ഒരാളുടെ പേര്, ആ മനുഷ്യനല്ലെന്നും അയാളെ പോലീസിൽ ഏൽപ്പിച്ച 4 പേരാണ് അതിന് പിന്നിലെന്നും ഈ സൗജന്യയുടെ കുടുംബം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ 4 പേരിൽ ഒരാൾ ഒരു വിക്കനാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആ വിക്കൻ ആരാണ് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദയ് ജെയിൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയോട് പിന്നെ ദയാവധം എനിക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ചിന്നയ്യ ഈ സൗജന്യ കേസുമായി ബന്ധപ്പെട്ട് ഈ മൃതശരീരം നേത്രാവതി പുഴയുടെ തീരത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചത്, അവിടെ വെച്ചത് ഞാനാണ് എന്ന വെളിപ്പെടുത്തൽ SITയുടെ മുമ്പാകെ നടത്തിയിട്ടുണ്ട്. ഇത് എല്ലാം കൂടി കണക്റ്റഡ് ആവുന്ന സമയത്ത് സൗജന്യ കൊലക്കേസിൽ ഈ കേസുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു മനാഫായിരുന്നു ഈ പിന്നെ സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറോ ചെയർമാനോ എങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. ഞാൻ ഈ ധർമ്മസ്ഥലയിലേക്ക് സഞ്ചരിച്ചയാളെ ഈ വിഷയം വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു ചെന്നു. അവിടെ പോയി ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയോട് ഉത്തരവാദപ്പെട്ട നേതാവായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമരടിയുടെ വീട്ടിൽ ചെന്നു. ആ മഹേഷ് ഷെട്ടി തിമരടിയുടെ വീട്ടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ആ ഓഫീസ് അദ്ദേഹത്തിൻ്റെ
പിന്നെ ഒരു ഓഫീസ് പോലെയുണ്ട്, അവിടേക്ക് ചെല്ലുമ്പോൾ അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചില ആക്ഷൻ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളുണ്ടല്ലോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോ ആയിരിക്കുമെന്നാണ്. പക്ഷേ അവിടെ ചെന്നപ്പം ശ്രീ അനിൽജി ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് ഈ 100 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായിട്ടുള്ള RSSന്റെ മുഴുവൻ സർസംഘ് ചാലകന്മാരുടെയും പടം അവിടെ നിരത്തി വെച്ചിരിക്കുന്നു. ഭാരതാംബയുടെ ചിത്രം ഒരു ഭാഗത്ത്, അടൽ ബിഹാരി വാജ്പേയിയുടെ ചിത്രം മറുഭാഗത്ത്, ഈ പറയുന്ന പിന്നെ കുങ്കുമ പതാക അവിടെ വെച്ചിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലായി ഈ പറയുന്ന സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനോഹരമായ പടം അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യുവരാജ് ഗോകുലിനെ പോലുള്ള പൊതുപ്രവർത്തകർ കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊരു ആക്ഷൻ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഇതിന് അനുവദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മഹേഷ് ഷെട്ടി തിമരടി പറഞ്ഞത് എന്താ അറിയോ? ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇത്തരത്തിൽ നീതി നിഷേധിക്കുന്നതിന് എന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ ആ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞയാളാണ് മഹേഷ് ഷെട്ടി തിമരടി. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 13 കൊല്ലത്തിന് ശേഷം ഒരു തട്ടിപ്പുകാരനാണ് താങ്കൾ ഇത്രയും ഒരു ആക്ഷൻ കമ്മിറ്റി കൺവീനറൊക്കെ ആയിട്ട് താങ്കൾ ഇതൊന്നും പഠിച്ചില്ലേ? ഇനിയിപ്പോൾ താങ്കൾ ഒരുപക്ഷെ 1 മാസം കഴിയുമ്പോൾ വന്ന് പറയും, അയ്യോ തെറ്റിപ്പോയി. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ഈ ഷെട്ടി ഒരു തട്ടിപ്പുകാരനാണെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. മനാഫിന് ബോധോദയം ഉണ്ടായത് ഒരുപക്ഷെ 1 മാസം സുഖമായി കഴിയുന്നു. നിങ്ങൾ ഈ പറയുന്ന വാക്ക് മാറ്റി പറഞ്ഞ, കളവ് പറഞ്ഞ, മൊഴി മാറ്റി പറഞ്ഞ സുജാത ഭട്ട് സുഖസുന്ദരമായിട്ട് അവിടെ കഴിയുന്നു. ഒരാളും ജയിലിലേക്ക് പോയിട്ടില്ല. ഈ പറയുന്ന മഹേഷ് ഷെട്ടിയെ പിടിച്ചു പൂട്ടാൻ നോക്കിയല്ലോ നിങ്ങൾ ഈ വാർത്ത മെനയുന്ന സമയത്ത്. എന്തിനു വേണ്ടിയാ? BL സന്തോഷ് എന്ന് പറയുന്ന RSS അവിടെ സുഖസുന്ദരമായിട്ട് സുജാത ഭട്ട് അവര് ജയിലിലാണോ? നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ജയിലിലാവണല്ലോ. അവരേത് ജയിലിലാ? ഷിമോഗ ജയിലിലാണോ? ബെൽത്തങ്ങാടി ജയിലിലാണോ? അതല്ലെങ്കിൽ വേറെ ഏത് ജയിലിലാണുള്ളത്? ബല്ലാരി ജയിലിലാണോ? സുജാത ഭട്ട് ഇപ്പോഴും അവിടെ സമാധാനം 90 ദിവസം കാത്തു നിൽക്കൂ. 90 ദിവസം ജയിലിലേക്ക് വിടുക എന്നുള്ളതാണ് ആദ്യമായി താങ്കളുടെ ഉദ്ദേശം. സാവകാശം മനാഫ് ഈ സംവാദം കാണുന്നുണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ, ബിജെപിയുടെ നേതാവ് എന്നുള്ള നിലയിൽ യുവരാജ് ഗോകുൽ ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കണം. ബിജെപി എടുത്ത സ്റ്റാൻഡെങ്കിലും പഠിക്കാൻ യുവരാജ് ഗോകുൽ തയ്യാറാകണം. അതുപോലെ തന്നെ വായ്ത്താരി പാടുന്ന ചന്ദ്രേട്ട, വേറെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലെങ്കിൽ ഇത് പറയല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഗുഡ് ബൈ. യുവരാജ് പെട്ടെന്ന് സമയമില്ല, 57 പെട്ടെന്ന്. അല്ല, ഞാനത് പറയാൻ വന്ന കാര്യം കയ്യിൽ നിന്ന് പോയി നമ്പ്യാരെ. അതിനകത്ത് അല്ല, അദ്ദേഹത്തോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാൻ വന്നതാണ്. ആ സമയത്ത് എന്നിലേക്ക് വരാത്തത് കൊണ്ട് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു വിട്ടുപോയി. ഒന്ന് പറയാമോ? അദ്ദേഹം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അല്ല, ആദ്യം മറ്റേ ആ ഷെട്ടിയുടെ കാര്യം അടങ്ങിയിരിക്കും. ഞാൻ ആദ്യമായിട്ടല്ല ഈ പണി ചെയ്ത്. നിങ്ങളെക്കാളും കൊമ്പത്തെ ഡിബേറ്റർമാരോട് ഡിബേറ്റ് ചെയ്താൽ അല്ല, മഹേഷ് ഷെട്ടിയല്ല, അതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ. ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അല്ല, അവിടെ ഇരിക്കും നമ്പ്യാർജി, ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ സൗജന്യ കേസിനെ ഈ കേസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. സൗജന്യ ഭട്ട് 2012 കൊല ചെയ്യപ്പെട്ടു. അവരുടെ കുറ്റവാളി, അവരെ കൊന്ന സന്തോഷ് റാവു എന്ന് പറയുന്ന ആളെ പിടികൂടി. ആ കേസിന്റെ വഴിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ സൗജന്യ ഭട്ടിന്റെ അമ്മാവനെ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾ ആ കേസിന്റെ ക്രക്സിലേക്ക് കടന്നു പോകണം. ആ കേസിന്റെ ക്രക്സ് എന്താണെന്നറിയോ? അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് ജനങ്ങളോട് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പുതിയതായിട്ട് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യുന്നു. സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് ബലാത്സംഗത്തിന് വിധേയമായിട്ടാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നു. ആ പോസ്റ്റ്മോർട്ടം ഈ പറയുന്ന ഒരാൾക്ക് കൂട്ടബലാത്സംഗം ചെയ്യാൻ കഴിയുമോ? ഒരാൾക്ക് കൂട്ടബലാത്സംഗം ചെയ്യാൻ കഴിയില്ല. ഈ മനുഷ്യനെ, ഈ പറയുന്ന സൗജന്യയെ 4 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവർ കൊല ചെയ്യപ്പെട്ടത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ആ 4
പേരെ കണ്ടെത്താൻ കഴിയില്ല. ആ 4 പേരെ കണ്ടെത്തണം. അതിനാണ് ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.